ഹായ്, വെൽക്കം ടു അവർ ന്യൂ പോഡ്കാസ്റ്റ്. ഇന്ന് നമ്മുടെ കൂടെ ഗസ്റ്റായിട്ട് വന്നിട്ടുള്ളത് എയികോം എന്ന് പറഞ്ഞ കമ്പനിയിലെ അസോസിയേറ്റ് ഡയറക്ടറായിട്ടുള്ള CET അലുമിനി ആയിട്ടുള്ള നസീംക്കയാണ്. നസീംക്കയുടെ ഒരു എക്സ്പെർട്ടീസും ഈ ഒരു ഫീൽഡിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ആളുടെ അടുത്ത് നിന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു സെഷൻ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. നസീംക്ക, വെൽക്കം ടു അവർ പോഡ്കാസ്റ്റ്. താങ്ക് യു. ഓക്കെ, നമുക്ക് എന്ത് വെച്ചാൽ നസീംഖാൻ്റെ അടുത്ത് നസീംഖാൻ്റെ ഒരു ജേണി, അതേപോലെ ഒരു എക്സ്പെർട്ടീസും നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചോദിക്കാം. അപ്പോൾ നസീംഖാൻ്റെ ഒരു ജേണി ഉണ്ടാവില്ല ഒരു ഫീൽഡിലേക്ക് എത്തിയിട്ടുള്ള, അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഔട്ട്ലൈൻ നമുക്ക് ഒന്ന് പറഞ്ഞുതരാൻ വേണ്ടി പറ്റും? ഞാൻ 2008 CET പാസ് ഔട്ട് ആവുന്നത്. CET 2008 പാസ് ഔട്ട് ആയിട്ട് ഞാൻ എൻ്റെ പ്രൊഫഷണൽ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ടെക്നോക്രാറ്റ്സ് ബ്ലൂ സ്റ്റാറിൻ്റെ ഒരു ഓതറൈസ്ഡ് ചാനൽ പാർട്ണർ. അങ്ങനെ ആദ്യം എറണാകുളത്ത് പോയി ബ്ലൂ സ്റ്റാറിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അങ്ങനെ ബ്ലൂ സ്റ്റാറിൻ്റെ HVAC ഡിസൈൻ എഞ്ചിനീയർ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ അത് അധികം മുന്നോട്ട് പോയില്ല. ഒരു 3 മാസം കഴിഞ്ഞ ഒരു ആക്സിഡന്റ് ഒക്കെ ആയി, അങ്ങനെ ഒരു ബ്രേക്ക് വന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 6 മന്ത്സിന് ശേഷം എയ്സ് എന്ന് പറഞ്ഞാൽ എറണാകുളത്തെ ഒരു ഡിസൈൻ കൺസൾട്ടൻസിയിൽ വർക്ക് ചെയ്തു. ഒരു 1 ഇയർ വർക്ക് ചെയ്തിട്ട് പിന്നെ അറൌണ്ട് 2010 സൗദിയിലേക്ക് പോയി. അങ്ങനെ ഒരു 3 വർഷം സൗദിയിലുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് സൗദി അരാംകോ, സൗദി റോയൽ കമ്മീഷൻ, അതുപോലെ കഫ്ജി ഓയിൽ ആൻഡ് ഗ്യാസ് പ്രൊജക്ട്സുകൾ, ഹോസ്പിറ്റൽസ്, അതിൽ HVAC ഡിസൈനിങ്ങും പ്രൊജക്ട് മാനേജ്മെന്റുമായിട്ട് വർക്ക് ചെയ്തു. പിന്നെ തിരിച്ചു വന്നൊരു 4 വർഷത്തോളം അരീക്കോട് ബേസ് ചെയ്തൊരു കൺസൾട്ടൻസി. കേരളത്തിലെ പ്രൊജക്ട്സ് ഉണ്ടായിരുന്നു, മിഡിൽ ഈസ്റ്റ് ഉണ്ടായിരുന്നു, ഡാറ്റാ സെന്റർ, ഹോസ്പിറ്റൽസ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു കോർ എയർപോർട്ട് സെക്ടറിലേക്ക് മാറുന്നത് ബാക്ക് ഇൻ 2018. അത് നമ്മുടെ ഇന്ത്യയിലെ ഫസ്റ്റ് IGBC ഗ്രീൻ പ്ലാറ്റിനം സർട്ടിഫിക്കറ്റ് കിട്ടിയ ഗോവ എയർപോർട്ട്, അതിൻ്റെ ഡിസൈൻ മെക്കാനിക്കൽ മാനേജർ ആയിരുന്നു. ഒരു 4 വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ബാക്ക് ടു കോർ ഡാറ്റാ സെന്റർ, ഗൂഗിളിന് വേണ്ടിയിട്ട് 1-2 ഡാറ്റാ സെന്റർ പ്രൊജക്ട്സ് ചെയ്തു. പിന്നെയാണ് എയികോമിൽ കയറുന്നത്. ഒരു 4 വർഷമായിട്ട് എയികോമിന്റെ ഏവിയേഷൻ ലീഡ് ചെയ്യുന്നത്, മെക്കാനിക്കൽ ലീഡായിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ആൾമോസ്റ്റ് എനിക്ക് തോന്നുന്നത് കോർ സെക്ടേഴ്സ് ലൈക്ക് ഹോസ്പിറ്റൽസ്, ഡാറ്റാ സെന്റേഴ്സ്, ലുലു മാള് ചെയ്തിട്ടുണ്ട് ലക്നൌല്. ഇതിന്റെ ഇടയ്ക്ക് ഒരു KF ഇൻഫ്ര എന്ന് പറഞ്ഞ കമ്പനിയിൽ ഇവിടെ കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റലിൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ലുലു ലക്നൌവിന്റെ ഡിസൈൻ ഉണ്ടായിരുന്നു. പിന്നെ വീണ്ടും ബാക്ക് ടു എയർപോർട്ട്സ്, ഡാറ്റാ സെന്റർ, അങ്ങനെ ഒരു ഓൾമോസ്റ്റ് ഓയിൽ ആൻഡ് ഗ്യാസ് അടക്കം കോർ ഫീൽഡുകൾ ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പം ഈ ഒരു MEP ഫീൽഡിലേക്കുള്ള ഒരു എൻട്രി എന്ന് പറഞ്ഞത് ഇപ്പം പലർക്കും അറിയാത്തതുണ്ടാവും, ചിലപ്പം അറിയുന്നവരുണ്ടാവും. നിങ്ങളൊരു എൻട്രി ശരിക്കും എന്തിന്റെ ബേസിലായിരുന്നു? ആരായിരുന്നു നിങ്ങളെ ഗൈഡ് ചെയ്തത്? അങ്ങനെ എന്തെങ്കിലും? ഇല്ല, എനിക്ക് എഞ്ചിനീയറിംഗ് ടൈം തൊട്ട് വൺ ഓഫ് ദ ഫേവറേറ്റ് സബ്ജക്ട്, മേ ബി ഓൺലി നോൺ സബ്ജക്ട് എന്ന് പറയുന്നത് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് ആയിരുന്നു. ഈവൻ എൻ്റെ ഇലക്റ്റീവ് എന്ന് പറയുന്നത് ക്രയോജനിക്സ് ആയിരുന്നു. സോ ആ ഒരു പ്രിഫറൻസ് ഉണ്ടായിരുന്നു. പിന്നെ കോളേജിൽ എൻ്റെ ഒരു സീനിയർ ആയിട്ട് ഒരു അനൂപ് റഷീദ് എന്ന് പറഞ്ഞ്, ഞാൻ ഫൈനൽ ഇയർ ആകുമ്പോൾ അനൂപ് വോൾട്ടാസിൽ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2008 എന്ന് പറയുന്നത് ശരിക്കൊരു IT ബൂമുള്ള സമയമാണ്. അപ്പോൾ എസ്പെഷ്യലി CETയിൽ മോസ്റ്റ്ലി IT, അതുപോലെ തന്നെ ഒരു ബൂം ആ സമയത്താണ് ബാങ്കിങ് പ്രൊബേഷണറി ഓഫീസർ എന്ന് പറഞ്ഞ എല്ലാവരും എഞ്ചിനീയേഴ്സ് ഒരു ബാങ്കിങ് സെക്ടറിലേക്ക് മൂവ് ചെയ്യുന്ന ഒരു സമയം. അപ്പോൾ ഒരു കോർ എഞ്ചിനീയറിംഗ് ഫീൽഡ് എന്നുള്ള രീതിയിലും പിന്നെ എനിക്ക് കുറച്ചും കൂടെ ഒരു കംഫർട്ട് ആയിട്ടുള്ള ഒരു എന്നുള്ള രീതിയിൽ ഞാൻ നോക്കുമ്പോൾ MEPയിലേക്ക് അങ്ങനെ ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെ അവൻ്റെ അഡ്വൈസ് അനുസരിച്ച് ഞാൻ ബ്ലൂ സ്റ്റാറിൽ അന്ന് ഈ എയർ കണ്ടീഷനിങ് കമ്പനികൾക്ക് ക്യാമ്പസ് ഇന്റർവ്യൂസ് ഇല്ല. നമുക്ക് ക്യാമ്പസ് ഇന്റർവ്യൂ എന്ന് വരുന്ന 90% IT കമ്പനികളാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് ടെക് മഹീന്ദ്ര വരുന്നുണ്ട്, ONGC, അങ്ങനത്തെ കമ്പനികളാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അല്ലാതെ എയർ കണ്ടീഷനിങ് MEP എന്ന് പറയുന്നത് അന്ന് അത്രത്തോളം ഒരു ഓപ്പൺ ഇതല്ല, എല്ലാവർക്കും അറിയുന്ന ഒരു ഫീൽഡ് അല്ല. അല്ല, ഞാനിപ്പോ 2018 CET പാസ് ഔട്ട് ആണ്. ഇപ്പൊ ഞങ്ങളൊരു ബാച്ചിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലെ IT സെക്ടറിലെ കമ്പനീസ് ആണ് വന്നത്. സത്യം പറഞ്ഞാൽ ഈ MEP ഫീൽഡിനെ കുറിച്ച് എനിക്ക് ഒരു തരത്തിലുള്ള ധാരണയും കോളേജ് ടൈമിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കോളേജ് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് അതിനെ കുറിച്ചുള്ള. അതിന്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മുടെ ഒരു എഞ്ചിനീയറിംഗ് സ്റ്റഡിയില് മാർക്കറ്റ് ഡിമാൻഡ് വേഴ്സസ് സ്റ്റഡി ഭയങ്കര ഹ്യൂജ് ഗ്യാപ്പ് ഉണ്ട്. ഇപ്പോൾ ഈവൻ നമ്മൾ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് പഠിക്കുന്നുണ്ടെങ്കിലും വാട്ട് യു ലേൺ ഇൻ കോളേജ് ഈസ് ടോട്ടലി ഡിഫറെന്റ് വാട്ട് ദ ഇൻഡസ്ട്രി ഡിമാൻഡ്സ്. അപ്പൊ നമ്മൾ അതിന്റെ ഒരു കോർ എഞ്ചിനീയറിംഗ് ആണ് പഠിക്കുന്നത്. പക്ഷെ നമുക്കൊരിക്കലും ഒരു ഇൻഡസ്ട്രിയിൽ നമ്മൾ വരുമ്പോൾ ആ കോർ എഞ്ചിനീയറിംഗ് ഡിമാൻഡ് ഗുഡ് ദാറ്റ് യു നോ ദ നോളജ്, ലൈക്ക് യു നോ ദ സൈക്കോമെട്രി ആൻഡ് ഓൾ. പക്ഷേ നമുക്ക് പ്രാക്ടിക്കലി എങ്ങനെയാണ് നമ്മളൊരു ഡിസൈൻ ചെയ്യുന്നതിൻ്റെ അതിൻ്റെ ഒരു ഹ്യൂജ് ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഒന്നെങ്കിലും ഒരു ഫിനിഷിംഗ് സ്കൂൾ അല്ലെങ്കിൽ ഒരു MEP ട്രെയിനിങ്, നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, അത് എസ്പെഷ്യലി ഒരു എക്സ്പീരിയൻസ്ഡ്
ടീം നടത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഈ MEP എന്നല്ല, ഇപ്പോൾ നമ്മൾ ഏതൊരു എഞ്ചിനീയറിംഗ് ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഓയിൽ ആൻഡ് ഗ്യാസ് ആണെങ്കിലും നമ്മുടെ എഞ്ചിനീയറിംഗിന് പഠിക്കുന്നതും അതും തമ്മിൽ ആ ഒരു ഗ്യാപ്പ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറച്ചും കൂടെ ആളുകൾ ഫെമിലിയർ ആയിട്ട്, എസ്പെഷ്യലി ബിമ്മും റെവിറ്റും മോഡലിംഗ് ഒക്കെ വന്നപ്പോൾ ഓവറോൾ മോഡലിംഗ് ഫെമിലിയർ ആയതുപോലെ തന്നെ MEP ഫെമിലിയർ ആയിട്ട് വരുന്നുണ്ട് കമ്പയർ ടു ബാക്ക് ഇൻ 2008. അപ്പോൾ നിങ്ങളൊരു കരിയർ ജേണി നോക്കുന്ന സമയത്ത് നിങ്ങൾ എയർപോർട്ട് പ്രൊജക്ട് ചെയ്തിട്ടുണ്ട്, ഡാറ്റാ സെന്റർ പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട്, റെസിഡൻഷ്യൽ പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട്, കൊമേഴ്ഷ്യൽ പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കരിയർ വൈസ് ഇപ്പോൾ പുതിയൊരാൾ കരിയറിലേക്ക് വരുന്ന സമയത്ത് ഇതെല്ലാം ഉള്ള കമ്പനിയിൽ ചേരുന്നതാണോ ജോയിൻ ചെയ്യണമാണോ നല്ലത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡൊമൈൻ മാത്രം ഓപ്റ്റ് ചെയ്തിട്ട് അതിൽ വർക്ക് ചെയ്യുന്ന ജോബ് റോളിലേക്ക് കയറുന്നതാണോ നല്ലത്? എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? അത് ഡിപ്പെൻസ്. രണ്ട് കാര്യങ്ങൾ. ഒന്ന് പേഴ്സണൽ പ്രിഫറൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ ഡിസൈൻ ആണോ, പ്രൊജക്റ്റ് ആണോ, സെയിൽസ് ആണോ? അത് ശരിക്കും MEP നമ്മൾ എടുത്തു കഴിഞ്ഞാൽ MEPയിൽ 3 ജോബ് പ്രൊഫൈൽ ഉണ്ടാവും ബേസിക്കലി. ഇപ്പോൾ ഓവറോൾ MEP അല്ല, MEP അല്ലെങ്കിൽ നിങ്ങൾ HVAC, പ്ലംബിംഗ്, ഫയർ, ഈ ഏത് സെക്ടറിലാണെങ്കിലും അതിനെ സബ് സെക്ടറായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ സെയിൽസ് സെപ്പറേറ്റ് ആണ്, ഡിസൈൻ സെപ്പറേറ്റ് ഒരു ഫീൽഡാണ്, അത് കഴിഞ്ഞ് പ്രൊജക്ട് മാനേജ്മെന്റ്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു കരിയറിൽ നമുക്കൊരു ഐഡിയ ഉണ്ട്, നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു സെക്ടറിലാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള അതിൻ്റെ ലാർജ് സ്കെയിൽ കമ്പനിയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അവർ മൾട്ടി പ്രൊജക്ട്സ് ചെയ്യുന്നത് നോക്കി പോവാം. ആ ഒരു ഇതിൽ ആദ്യം നമ്മളൊരു പാത്ത് സെലക്ട് ചെയ്തിട്ട് പിന്നെ അതിൽ ഏതാണോ ബെസ്റ്റ് ഓപ്ഷൻ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, നിങ്ങളൊരു ജേണി ഈ പറഞ്ഞ പോലെ ഞാൻ ശരിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യം ബ്ലൂ സ്റ്റാറിൽ ഡിസൈനർ ആയിട്ടാണ്. പിന്നെ ആ സമയത്ത് ബ്ലൂ സ്റ്റാറിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് തോന്നുന്നത് ട്രിവാൻഡ്രത്ത് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇപ്പം ആ തിയേറ്റർ ഇല്ല, ധന്യ രമ്യ എന്ന് പറഞ്ഞൊരു മൾട്ടിപ്ലക്സ് തിയേറ്റർ ഉണ്ടായിരുന്നു, അതിൻ്റെ റിനോവേഷൻ ഡിസൈനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് അവിടെ പ്രൊജക്റ്റിലും കൂടെ നമുക്ക് ഇൻവോൾവ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. കാരണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഡിസൈനേഴ്സിന് എപ്പോഴും പ്രൊജക്ട് എക്സ്പോഷർ ഉള്ളത് നല്ലതാണ്. കാരണം നമ്മൾ ഡിസൈൻ ചെയ്യുന്നതും സൈറ്റും തമ്മിലൊരു ഡിഫറൻസ്, അല്ലെങ്കിൽ നമ്മളൊരു സിമ്പിളായിട്ട് പറയും, നമ്മളൊരു ഡെക്റ്റ് റൂട്ട് ചെയ്യുമ്പോൾ എവിടെയൊക്കെ നമുക്കൊരു 90 ഡിഗ്രി ബെൻഡ് കൊടുക്കുമ്പോൾ ഒരു വാളിൻ്റെ ഒരു അടുത്ത് കൊടുക്കുമ്പോൾ നമുക്ക് എങ്ങനത്തെ ഇഷ്യൂസ് വരും. ഏറ്റവും സിമ്പിളായിട്ട്, അല്ലെങ്കിൽ വേറൊരു സർവീസ് ആയിട്ടുള്ള ക്ലാഷ് നമ്മൾ ഡിസൈനിൽ കാണുന്ന ഒരു ക്ലാഷ് ആവില്ല. സൈറ്റിലൊരു 150 mm പൈപ്പും ഒരു 100 mm ഗ്യാപ്പിലൊരു 1000 mm ഡക്റ്റും കൊണ്ടുപോകുന്നുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു ഐഡിയ, കറക്റ്റ് ഒരു പിക്ചർ കിട്ടും ഇപ്പോൾ ഒരു ഡിസൈൻ പ്രൊജക്റ്റിൽ നിന്ന് ഡിസൈനിലേക്ക് മാറുമ്പോൾ. അപ്പോൾ ഞാൻ അന്ന് ഡിസൈനിൽ വർക്ക് ചെയ്യുമ്പോഴും റെഗുലറായിട്ട് സൈറ്റിൽ ഇൻവോൾവ് ചെയ്യും. അത് കഴിഞ്ഞ് ടെസ്റ്റിംഗ് കമ്മീഷനിങ്ങിൽ അവിടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. നമ്മൾ അന്ന് പൂവാർ ഇപ്പോൾ ഭയങ്കരമായിട്ട് ടൂറിസം ഡെവലപ്ഡ് ആയി. ആ സമയത്ത് അത് ജസ്റ്റ് ഒരു അപ്കമിങ് ആയിരുന്നു ടൂറിസം മാപ്പിൽ. അന്നൊരു ഞങ്ങൾ അവിടെ 1-2 റിസോർട്ട് പ്രൊജക്റ്റുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ടെസ്റ്റിംഗ് കമ്മീഷനിങ് ഇൻവോൾവ് ചെയ്തു. അപ്പോൾ ആ ഒരു ഇനീഷ്യലി എനിക്കൊരു ഓവറോൾ ഒരു ഇത് കിട്ടാനുള്ളൊരു ഇതുണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് ടെക്നോ പാർക്ക് നമ്മൾ പ്രൊജക്ട് ചെയ്തിട്ടുണ്ട്, ഡിസൈൻ ചെയ്തിട്ടുണ്ട്, 1-2 IT ക്യാമ്പസിൻ്റെ പ്രൊജക്ട്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പോഷർ ബിഗിനിങ്ങിൽ തന്നെ കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ ബാക്ക് ടു സൗദി. അവിടെ പോകുമ്പോൾ ഞാനൊരു കോൺട്രാക്ടിങ് ഫേമിലായിരുന്നു. അപ്പോൾ കോൺട്രാക്ടിങ് ഫേമിലാകുമ്പോൾ ഷോപ്പ് ഡ്രോയിങ് നമ്മൾ ചെയ്യണം. അത് കഴിഞ്ഞ് പ്രൊജക്ട്സ് കോർഡിനേറ്റർ എന്നുള്ള റോളിലാണ് കയറുന്നത്. അപ്പോൾ ആ ഷോപ്പ് ഡ്രോയിങ്ങിൽ ഡിസൈൻ ടീമിൻ്റെ ഒപ്പം ഇരിക്കണം. അത് കഴിഞ്ഞ് പ്രൊജക്ട്സ് എക്സിക്യൂട്ട് ചെയ്യണം. പിന്നെ ഓരോ പീരീഡ് ഓഫ് ടൈം 1-2 ലാർജ് പ്രൊജക്ട്സ് വരുമ്പോൾ, എസ്പെഷ്യലി സൗദി അരാംകോ, സൗദി റോയൽ കമ്മീഷൻ, നമ്മൾ പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് സൗദി റോയൽ കമ്മീഷന് നമുക്ക് ഇത് കിട്ടണം. അവരുടെ സൗദി റോയൽ കമ്മീഷൻ അപ്രൂവ്ഡ് എഞ്ചിനീയർ എന്നുള്ള അവരുടെ ഇന്റർവ്യൂ പാസ്സായാലേ സൈറ്റിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സൗദി അരാംകോയിൽ അത്ര ഇഷ്യൂ ഇല്ല. നമ്മുടെ കോൺട്രാക്ട് നമ്മുടെ സർട്ടിഫിക്കറ്റ്സും വെച്ച് അവർ വെരിഫൈ ചെയ്താണ്ട് സൗദി അരാംകോന്റെ കാർഡ് കിട്ടിയാൽ നമുക്ക് സൈറ്റിൽ എൻ്റർ ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മൾ എൻ്റർ ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒബിയസ്ലി സൈറ്റിൽ കൂടുതൽ ഇൻവോൾവ് ആവും. ബാക്ക് നമ്മൾ ചെയ്യുന്ന ഷോപ്പ് ഡ്രോയിങ്, അപ്പോൾ നമ്മൾ ഒരു കോൺട്രാക്ടിങ് ഫേം ആകുമ്പോൾ പിന്നെ നമുക്ക് വേറെ ആരും ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചെയ്ത ഷോപ്പ് ഡ്രോയിങ് നമ്മൾ സൈറ്റിൽ എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ ആ ഒരു ഇതിൽ ഒരു ഫുൾ ഫ്ലഡ്ജ് ഡിസൈനിലും പ്രൊജക്റ്റിലും ഒരു എക്സ്പോഷർ കിട്ടി. പിന്നെ അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് കംപ്ലീറ്റ്ലി പിന്നെ ഡിസൈനിലേക്കൊരു ഷിഫ്റ്റ് വരും. നിങ്ങളെ ഏർലി കരിയറിൽ ഇപ്പം ഈ BIM-MEP കുറിച്ചും അതേപോലെ ഇതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി എന്താണ്, സ്കോപ്പ് എന്താണ്, ലൈക്ക് ഒരു പ്രോപ്പർ ഗൈഡൻസും മെൻറ്റർഷിപ്പൊക്കെ തരാൻ പറ്റിയ ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ? തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ അത് റദർ ദാൻ ആസ് എ പേഴ്സൺ, ആസ് എ കമ്പനി പെർസ്പെക്റ്റീവിൽ തന്നെ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ AECOM വർക്ക് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ നമ്മുടെ വേറെ ഇപ്പോൾ ഗൂഗിളിന് വേണ്ടിയിട്ട് ST ടെലിമീഡിയ എന്ന് പറഞ്ഞ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കണ്ടിട്ടുള്ളത് BIM എന്ന് പറയുന്നത് എത്രത്തോളം അവെയർ അല്ല ഇപ്പോഴും. ഇപ്പോൾ ഇൻഡസ്ട്രി ഒരുപാട് ഇവോൾവ് ചെയ്യുന്ന ഒരു സമയമാണെങ്കിൽ പോലും BIM-ന്റെ ഓപ്പർച്യൂണിറ്റീസ്, അതിൻ്റെ ഒരു സാധ്യതകളെ പറ്റി ഈവൻ കമ്പനിയുടെ ടോപ്പ് ലെവലിലുള്ളവർ പോലും അത്ര അവെയർ അല്ല. അപ്പോൾ അവരും ഒരു അറ്റ്ലീസ്റ്റ് LOD 100 അല്ലെങ്കിൽ LOD 200 കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ, വി ആർ ഗുഡ് ടു ഗോ എന്നുള്ള ഇപ്പോൾ പോലും ഇത്രയും എസ്റ്റാബ്ലിഷ് ആയ കമ്പനികൾ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ പോലും നമ്മളത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു
ആസ് എൻ ഇൻഡിവിജ്വൽ എന്നല്ലാതെ ശരിക്കും ഒരു ഇൻഡസ്ട്രിക്ക് തന്നെ നല്ലൊരു പെർസ്പെക്റ്റീവിലേക്ക് ഇപ്പോഴാണ് ഒരു ചേഞ്ച് വന്നു തുടങ്ങുന്നത്. ആ ഒരു മോർ ദാൻ ഗൈഡൻസ്, അണ്ടർസ്റ്റാൻഡിങ് ദ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് പൊട്ടൻഷ്യൽ അവൈലബിൾ ഇൻ ദ ബിം, അത് ഇപ്പോഴാണ് കുറച്ചും കൂടെ ഒന്ന് ഡെവലപ്പായി വരുന്നത് കമ്പനികൾ. അപ്പോൾ ഈവൻ ഒരു യങ് ഗ്രാജുവേറ്റ് എഞ്ചിനീയേഴ്സിനൊക്കെ നല്ലൊരു ബിം ട്രെയിനിങ് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കമ്പനികൾക്കും അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ഇനി ഒരു അപ്കമിങ് സ്റ്റേജ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഏർലി കരിയർ എന്ന് പറയുന്നത് മാനുവൽ ഡ്രോയിങ് ആയിരുന്നു, അതിൽ നിന്ന് ഓട്ടോകാഡിലേക്ക് മാറി ഇപ്പോൾ ബിമ്മിലേക്ക് വന്ന് ബിമ്മിന്റെ ഓട്ടോമേഷനിലേക്ക് അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നല്ലൊരു ബിം മോഡലർ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ വിത്ത് എ ഗുഡ് ബിം നോളജ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൾവേസ് ആൻ അസെറ്റ് ടു ദ കമ്പനി. ഇപ്പോൾ കമ്പനീസ് ആണെങ്കിലും ഇപ്പം പ്രിഫർ ചെയ്യുന്നത് കുറച്ചുകൂടെ ഈ കാര്യങ്ങളൊക്കെ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ പ്രിഫർ എന്നല്ല, ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു ക്യാമ്പസ് ഇന്റർവ്യൂ അതായിട്ടുള്ള ക്യാമ്പസ് ഇന്റർവ്യൂസ് വെരി റയർ, എസ്പെഷ്യലി ഇൻ MEP ഫീൽഡ്. അപ്പോൾ അവരെടുക്കുന്നത് 100% ഒരു ബിം നോളജ് ഉള്ള ആളുകളായിരിക്കും. ഈവൻ ഡിസൈൻ ഫേം ആണെങ്കിൽ വിത്തൗട്ട് ബിം നോബഡി ഈസ് ഗോയിങ് ടു പ്രിഫർ. നമ്മളിപ്പോൾ ഒരു ഫ്രഷർ എടുക്കുമ്പോൾ ഇപ്പോൾ ECOM-ലാണെങ്കിലും അല്ലെങ്കിൽ ജേക്കബ്സ്, WSP ഏത് കമ്പനികളും അവരുടെ ഒരു ബേസിക് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ബിം നോളജ് ആണ്. കാരണം ഒരു കമ്പനിക്ക് ഒരിക്കലും ഒരാളെ ഒരു സോഫ്റ്റ്വെയർ പഠിപ്പിച്ചു കൊടുത്തിട്ട് അയാളിൽ നിന്നൊരു ഔട്ട്പുട്ട് കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ആൾറെഡി നല്ലൊരു ടെക് സേവി ആയിട്ട് സോഫ്റ്റ്വെയർ അറിയുന്ന ഒരാളെ നമുക്ക് ഡിസൈനിലേക്ക് ഇൻവോൾവ് ചെയ്യിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഒരു ബിം എന്ന് പറയുന്നത് ഇപ്പോൾ ജസ്റ്റ് നമ്മളെന്താ പറയുക, എഞ്ചിനീയറിംഗിന് എങ്ങനെയാണോ ഡിഫറൻസിയേഷനും ഇൻ്റഗ്രേഷനും വരുന്നത്, അതുപോലെ MEP എഞ്ചിനീയർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ബിം എന്ന് പറയുന്നത് ഇറ്റ്സ് എ മസ്റ്റ് ഹാവ് ടൂൾ. അതില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്, എസ്പെഷ്യലി ഇൻ ഡിസൈൻ. അപ്പോൾ നമ്മളിവിടെ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കറിയാലോ. ഇവിടെ ഉള്ള സ്റ്റുഡൻസിന് നമ്മൾ എഞ്ചിനീയറിംഗ് ഡിസൈൻ പാർട്ട് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അതേപോലെ ബിമ്മിൽ പ്രോപ്പറായിട്ട് പ്രൊജക്ട് ഓറിയൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ഇൻഡസ്ട്രീനെ സംബന്ധിച്ചിടത്തോളം ഇവരിതിൽ ഏതാണ് ശരിക്കും ഡിമാൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസിൽ ഇപ്പം കമ്പനീസ് നോക്കുന്നൊരു കാര്യം ഉണ്ടല്ലോ, ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ കമ്പനീസ് നോക്കുന്നൊരു പാർട്ട് എന്ന് പറയുന്നത്? ഇല്ല, ഇപ്പോൾ നിങ്ങൾ ഒബ്വിയസ്ലി നിങ്ങളിപ്പോൾ പ്രിഫർ ചെയ്യുന്നത് ഡിസൈൻ പൊസിഷനിലേക്കാണ്. അപ്പോൾ ഡിസൈനിൽ മസ്റ്റായിട്ട് ഇപ്പോൾ നമ്മൾ കമ്പനി എടുക്കുമ്പോൾ, ഈവൻ ഒരു ഫ്രഷറിനെ എടുക്കുന്നുണ്ടെങ്കിലും കമ്പനീൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ബിം കോഴ്സ് കഴിഞ്ഞ് വരുന്ന ആളാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 1 year എക്സ്പീരിയൻസ് ഉള്ള ഒരു GET ആ ഒരു ലെവലിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഹി ഷുഡ് ഹാവ് എ ഗുഡ് നോളജ് ഇൻ HVAC ഡിസൈൻ. ഷുഡ് ബി നോയിങ് ഹൗ ടു ഡു ഹീറ്റ് ലോഡ് കാൽക്കുലേഷൻ. ഇഫ് യു ആർ ടേക്കിംഗ് ഫോർ HVAC, യു ഷുഡ് ബി നോയിങ് ഹൗ ടു ഡു ഹീറ്റ് ലോഡ് കാൽക്കുലേഷൻ, ഫാൻ സെലക്ഷൻ, ഡക്ട് സെലക്ഷൻ, ബേസിക് പൈപ്പ് സൈസിങ്, അത് ഫണ്ടമെന്റൽ ആയിട്ട് അറിഞ്ഞിരിക്കണം. ആൻഡ് ഗുഡ് നോളജ് ഇൻ സൈക്കോമെട്രി. കാരണം HVAC-ൽ സൈക്കോമെട്രി ഇസ് എ മസ്റ്റ്. അതുപോലെ അത്യാവശ്യം ബേസിക് കോഡ്സ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ലൈക്ക് ASHRAE, NBC, NFPA, അതിൻ്റെ ഒരു ബേസ് ഞാൻ പറഞ്ഞൊരു ഡീറ്റെയിൽ ആയിട്ട് അറിയണ്ട, പക്ഷെ എന്താണ് നമ്മുടെ ഇൻഡസ്ട്രി കോഡ്സ് റിലവൻ്റ് ആയിട്ടുള്ളത്, പ്ലസ് വെരി ഗുഡ് മോഡലിംഗ് നോളജ്. കാരണം ഒരു ഗ്രാജുവേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അയാൾ സെപ്പറേറ്റ് ഡിസൈൻ ചെയ്ത് വേറൊരാൾ അയാൾക്ക് വേണ്ടി മോഡൽ ചെയ്യില്ല. സോ കമ്പനി നോക്കുന്നത് he should be able to model himself, especially ഇപ്പോൾ ഓട്ടോമേഷൻ എല്ലാം വരുന്നതുകൊണ്ട് മോഡലിംഗ് അസിസ്റ്റ് ചെയ്യാൻ ഒരുപാട് ഇത് വരുന്നുണ്ട് റെവിറ്റിൽ. അപ്പോൾ നല്ലൊരു ബേസിക് ഫൗണ്ടേഷൻ, എഞ്ചിനീയറിംഗ് ഫൗണ്ടേഷൻ ഉള്ള ഒരു ഡിസൈനർ അതായിരിക്കും കമ്പനി എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. സെയിം വേ ഇപ്പോൾ പ്ലംബിംഗ് ആണെങ്കിലും ഫയർ ആണെങ്കിലും, ഇപ്പോൾ പ്ലംബിംഗ് ആണെങ്കിൽ ഇന്റർനാഷണൽ പ്ലംബിംഗ് കോഡ്, അല്ലെങ്കിൽ NBC, ഇന്ത്യയിലാണെങ്കിൽ NBC വെച്ച് ഡിസൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ UBC വെച്ച് ഡിസൈൻ ചെയ്യാൻ അറിയുന്ന, അത്യാവശ്യം പൈപ്പ് സൈസിങ് അറിയുന്നത്, സീവേജിന്റെ റൂട്ടിങ്, പമ്പ് ഹെഡ് കാൽക്കുലേഷൻസ്, ടാങ്ക് സൈസിങ്, എക്യുപ്മെന്റ് സെലക്ഷൻസ്, ഇതെല്ലാം ബേസിക് നോളജ് ഉള്ള, പിന്നെ അത്യാവശ്യം നന്നായിട്ട് ഡ്രാഫ്റ്റിംഗ് ചെയ്യുന്ന ഒരാൾ. സെയിം ഗോസ് ഫോർ ഫയർ ആൻഡ് ഇലക്ട്രിക്കൽ. നിങ്ങൾക്ക് ഏകദേശം ഒരു 18 വർഷത്തിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഈ ഫീൽഡിൽ മാത്രം എക്സ്പീരിയൻസ്. അതെ, നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസിൽ, അതായത് ഈ ഒരു കാര്യങ്ങൾ അറിയുന്ന ആൾക്കാർ ഇന്ന് ഇൻഡസ്ട്രിയിൽ ഉണ്ടോ, അല്ലെങ്കിൽ ഷോർട്ടേജ് ആണോ, അല്ലെങ്കിൽ ഡിമാൻഡ് കൂടുതൽ വരുന്നുണ്ടോ? എങ്ങനെയാണ് നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ കൂടുതൽ ആൾക്കാരെ വേണം എന്നുള്ളൊരു കേസാണോ? ഇതിൽ 2 രീതിയിലുണ്ട്. ഒന്ന്, ക്വാളിറ്റി ഉള്ള യങ് ആയിട്ട് വരുന്ന ആളുകൾ കുറവ് തന്നെയാണ്. എസ്പെഷ്യലി പ്ലംബിംഗ് ആൻഡ് ഫയറിൽ ഈവൻ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളതാണെങ്കിലും ക്വാളിഫൈഡ് ഉള്ള ആളുകളാണെങ്കിലും വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ എല്ലാ മെയിൻ കമ്പനീസും സ്ട്രഗിൾ ചെയ്യുന്നത് പ്ലംബിംഗ് ആൻഡ് ഫയറിൽ ആളുകൾ, ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ ആൾമോസ്റ്റ് നിൽ എന്ന് തന്നെയാണ്. നമുക്ക് ഒരു 2-3 തവണ റിപ്പീറ്റഡ് കോൾസ് ഇട്ടാൽ പോലും അതിൻ്റെ ഒരു മിനിമം നമ്പേഴ്സ് വരാറില്ല. അത് കഴിഞ്ഞ് അതേപോലെ തന്നെ മേ ബി അത്ര ഇല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെയാണ് സ്കേഴ്സ് ആയിട്ട് വരുന്നതാണ് ക്വാളിഫൈഡ് HVAC ഡിസൈനേഴ്സ്. ഈ പറയുന്ന പോലെ എഞ്ചിനീയേഴ്സ് ഉണ്ടായിരിക്കും, പക്ഷെ അവർക്ക് ഡിസൈൻ നോളജ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഡിസൈൻ നോളജ് ഉണ്ടായിരിക്കും, മോഡലിംഗിൽ വീക്ക് ആയിരിക്കും. അപ്പോൾ ഈ ഒരു റൈറ്റ് മാച്ച് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇപ്പോഴും ഒരു ഡിമാൻഡിങ് ആയിട്ടുള്ള ഇതാണ് നല്ലൊരു ക്വാളിറ്റി. FFPH സൈഡിൽ നമുക്ക് കാത്തിബിന്ന് ഒരുപാട് എൻക്വയറി വരാറുണ്ട്, പക്ഷെ നമുക്ക് അതിനനുസരിച്ചുള്ള സ്റ്റുഡൻസിന് ഡെലിവർ ചെയ്യാൻ പറ്റാത്തൊരു കേസാണ് ആക്ച്വലി ഇപ്പോൾ ഞങ്ങൾ. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഇലക്ട്രിക്കൽ കുറച്ചും കൂടെ അവൈലബിൾ ആണ്, HVAC കുറവാണ്,
പ്ലംബിംഗ് ആൻഡ് ഫയർ ഇപ്പോൾ ഞാൻ എയ്കോമിൻ്റെ ഏവിയേഷൻ ലീഡ് ചെയ്യുന്നതാണ്. നമ്മൾ പാൻ ഇന്ത്യ സെർച്ച് ചെയ്തിട്ടും, കാരണം നമുക്ക് അറ്റ് എ ടൈം 4-5 എയർപോർട്ട്സ് ഒക്കെ റൺ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു ക്വാളിഫൈഡ് പ്ലംബിംഗ് ആൻഡ് ഫയർ പ്രൊട്ടക്ഷൻ എഞ്ചിനീയർ ആൾമോസ്റ്റ് ഇല്ല എന്ന് തന്നെ പറയാം. അത് കിട്ടുന്നില്ല. പിന്നെ അതിന്റെ വേറെ റീസൺ ഈ കണ്ടത്, ഇതുപോലെ പ്ലംബിംഗ് ആൻഡ് ഫയറിൽ നല്ല എഞ്ചിനീയേഴ്സ് ഉണ്ടെങ്കിൽ അവരൊരിക്കലും കമ്പനി അറ്റ്മോസ്ഫിയറിൽ വന്ന് വർക്ക് ചെയ്യാൻ റെഡി ആവില്ല. അവർക്ക് വർക്ക് ഫ്രം ഹോം വേണ്ടി വരും. പക്ഷെ നമുക്ക് എയ്കോം പോലൊരു കമ്പനി നമ്മൾ എയർപോർട്ട്സിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും എയർപോർട്ട്സിൽ ഓഫീസ് സെറ്റപ്പ് ചെയ്യണം. അപ്പോൾ അത് ബിൽഡിംഗ് ആവുന്ന ആളുകൾ കുറവാണ്. അങ്ങനെ ബിൽഡിംഗ് ആയിട്ട് വരുന്ന ആളുകൾ വളരെ ജൂനിയേഴ്സ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ എല്ലാ മേജർ പ്രൊജക്ട്സ്, എസ്പെഷ്യലി എയർപോർട്ട്സ്, ഡാറ്റാ സെന്റർ ചെയ്യുമ്പോൾ ക്ലയന്റ് ഇന്റർഫേസിങ് വളരെ ക്രിറ്റിക്കലാണ്. അപ്പോൾ അവർ ആ പെർഫോമൻസ് മോശമായി കഴിഞ്ഞാൽ അത് നമ്മുടെ കമ്പനി ഫെയിമിനെ എഫക്ട് ചെയ്യും. അപ്പോൾ അത് നമുക്ക് എപ്പോഴും നമ്മുടെ ഇന്റേണൽ സ്ക്രൂട്ടിനിങ് അത്രയും ടൈറ്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു പ്രോസസ്സിൽ ഈവൻ നമുക്ക് ഓഫീസിൽ വെക്കാം കുറച്ചൊരു മേ ബി ക്ലയന്റ് ഇന്റർഫേസ് സ്കിൽ കുറവാണ്, സോഫ്റ്റ് സ്കിൽ കുറവാണ്, പക്ഷെ ടെക്നിക്കലി സൗണ്ട് ആണെങ്കിൽ നമുക്ക് ബാക്ക് ഓഫീസിൽ വർക്ക് ചെയ്യാം. അങ്ങനത്തെ ആളുകൾ പോലും പ്ലംബിംഗ് ആൻഡ് ഫയറിലില്ല, കിട്ടുന്നില്ല. ഭയങ്കര റയറാണ് നല്ലൊരു ടീം എന്ന് പറയുന്നത് പ്ലംബിംഗ് ആൻഡ് ഫയറിൽ. ഈ ഒരു BIM MEP ഫീൽഡിന് എത്രത്തോളം സ്കോപ്പ് ഉണ്ട് എന്നാണ് നിങ്ങളുടെ അഭിപ്രായം? ഇപ്പോഴത്തെ ഒരു കേസ് ഫ്യൂച്ചറും നോക്കുകയാണെന്നുണ്ടെങ്കിൽ MEP എന്തായാലും ബിൽഡിങ്സ് ഉള്ളിടത്തോളം MEPക്ക് സ്കോപ്പ് ഉണ്ട്. കാരണം MEP എന്ന് പറയുന്നത് ബിൽഡിങ്ങിന്റെ ലൈഫ് ലൈനാണ്. അപ്പോൾ നമുക്ക് എത്രത്തോളം ആളുകൾ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യും അത്രത്തോളം MEPക്ക് സ്കോപ്പ് ഉണ്ട്. അങ്ങനെ എത്ര കാലം MEP ഉണ്ടോ അത്രയും കാലം സോഫ്റ്റ്വെയർസ് ഉണ്ട്. മേ ബി ഇപ്പോൾ BIM ആണ്, ഇനി BIMന്റെ അപ്ഡേഷൻ വരാതിരിക്കാം. പക്ഷെ ഇപ്പോൾ പ്രസന്റ്ലി BIM എന്ന് പറയുന്നത് മേ ബി നെക്സ്റ്റ് ഫ്യൂ ഇയേഴ്സ് BIM തന്നെ ആയിരിക്കും ലീഡ് ചെയ്യുന്നത്. ഇനി BIMന്റെ അപ്ഡേഷനേ വരുന്നുണ്ടാവുള്ളൂ. ലൈക്ക് നമുക്കൊരു ഓട്ടോകാഡിൽ നിന്നുള്ളൊരു സ്ട്രാറ്റജിക് ഷിഫ്റ്റ് ആയിരുന്നു 3D മോഡലിംഗ് എന്ന് പറയുന്നത് റെവിറ്റ് വന്ന്. പിന്നെ റെവിറ്റിനെ നമ്മൾ ഒന്നും കൂടെ കൊളാബറേറ്റീവ് എൻവയോൺമെന്റിൽ വന്നുകൊണ്ടാണ് BIM വരുന്നത്. അപ്പോൾ BIM-നെ നമ്മൾ തുടങ്ങി BIM 4D 5D എന്ന് പറഞ്ഞപ്പോൾ BIM-ന്റെ അപ്ഡേഷൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ഫ്യൂ ഇയേഴ്സ് 100% BIM-ൽ തന്നെ ആയിരിക്കും വരുന്നത്. ഈ പറഞ്ഞ ഓട്ടോമേഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ AI ഓട്ടോമേഷനൊക്കെ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നുന്നത് അതൊരിക്കലും ജോബിനെ ഒരു മോശം രീതിയിൽ എഫക്ട് ചെയ്യാൻ പോകുന്നില്ല. ഇപ്പം നമുക്കൊരു ഡ്രാഫ്റ്റ്സ്മാൻ ഓട്ടോകാഡ് വന്നപ്പോൾ എത്രത്തോളം പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ആയി, അതുപോലെ ആയിരിക്കും നമ്പർ ഓഫ് പ്രൊജക്ട്സ് ഡെലിവർ ചെയ്യാൻ പറ്റും. അല്ലാതെ 100% ഒരു മോഡലറിനെ അല്ലെങ്കിൽ ഒരു ഡ്രാഫ്റ്റ്സ്മാനെ റീപ്ലേസ് ചെയ്യാൻ ഇത് പറ്റില്ല. കാരണം അത്രത്തോളം കോർഡിനേഷൻ ആവശ്യമുള്ളതാണ്. നമുക്കിപ്പോൾ ഒരു കോംപ്ലക്സ് പ്രൊജക്ട് എന്ന് പറയുന്നത്, ഒരു MEP എഞ്ചിനീയറുടെ വർക്ക് എന്ന് പറയുന്നത് ഫാൾ സീലിംഗിന്റെയും സ്ലാബിന്റെ ഇടയിലുള്ള ഒരു 700-800 mm വരുന്നത്. അത് അത്രയും കോംപ്ലക്സ് പ്രൊജക്ട് ആകുമ്പോൾ ആ ഗ്യാപ്പ് കുറയും, അല്ലെങ്കിൽ ആ ഗ്യാപ്പിന്റെ ഉള്ളിൽ വരുന്ന നമ്പർ ഓഫ് സർവീസസ് കൂടും. അത് നല്ലൊരു ഓട്ടോമേഷൻ വരുമ്പോൾ അവർക്ക് അത് ഓട്ടോമേറ്റ് ചെയ്യാം, അതിന്റെ ക്ലാഷസ് ഈസിലി റിസോൾവ് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് വിൽ ബി aiding the designer or modeler, not replacing the team. So I hope maybe in a short period of time they will be able to deliver projects in a better way. ഒരു LOD 100-ലോ LOD 200-ലോ നമ്മൾ ഡെലിവർ ചെയ്യുന്ന സമയം കൊണ്ട് ഒരു LOD 300 അല്ലെങ്കിൽ LOD 350 ഡെലിവർ ചെയ്യാൻ പറ്റും. അതല്ലാതെ ഒരു കംപ്ലീറ്റ് റീപ്ലേസ്മെന്റ്, ഹ്യൂമൻ റീപ്ലേസ്മെന്റ് ഈ ഒരു സ്റ്റേജിൽ അതിനങ്ങനെ ഒരു വിസിബിലിറ്റി ഇല്ല. ഇപ്പം പലരും പേടിക്കുന്നൊരു സാധനം അതന്നെ. ഇപ്പം ഈ ഫീൽഡിൽ AI വെച്ച് റീപ്ലേസ് ചെയ്യപ്പെടുമോ? കാരണം IT സെക്ടറിലൊക്കെ ഡേ ടു ഡേ ഈ ഫയറിങ് കാര്യങ്ങൾ, അതേപോലെ ലേ ഓഫ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പം AI വരുന്ന സമയത്ത് 10 ആൾ ചെയ്യേണ്ട പണിയിൽ ഒരാളെ വെച്ച് ചെയ്യിക്കാൻ പറ്റും. അല്ല, അപ്പോൾ അതെനിക്ക് തോന്നുന്നു നമ്മുടെ ഇതിൽ അത് കുറച്ചും കൂടെ ഇത് ചെയ്യും, ഡിസൈനേഴ്സിനെ എൻഹാൻസ് ചെയ്യും. ലൈക്ക് ഇപ്പോൾ ഗ്രാസ് ഹോപ്പർ വന്നു, റെവിറ്റ് വന്നു, ഡൈനാമോ വന്നു. അപ്പോൾ അതെല്ലാം വരുമ്പോൾ ഇപ്പോൾ നമ്മൾ ആൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു റെവിറ്റിൽ ഇപ്പോൾ ഡിഫോൾട്ട് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഫയർ പ്രൊട്ടക്ഷൻ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാം. സോ അങ്ങനെ ഓട്ടോമേറ്റഡ് ടൂൾസ് ഒരുപാട് വരുന്നുണ്ട്. പക്ഷെ അത് യൂസ് ചെയ്യാൻ അറിയണം. കാരണം ഒരു 100% നമുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരിക്കലും ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് കോപ്പി പേസ്റ്റ് അല്ല. ഓരോ ബിൽഡിങ്ങിന്റെ ഈവൻ റൂംസിന്റെ ഇന്റീരിയർ തന്നെ ഓരോ റൂമിൽ നിന്നും ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം നമുക്കൊരു കോമൺ കോഡ് വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. ഈവൻ നമ്മളിപ്പോൾ ലെവൽസ്, ഇപ്പോൾ നമുക്കിപ്പോൾ മൾട്ടിപ്പിൾ സർവീസ് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലെവൽ ഓഫ് സർവീസ് പോലും ഒരു റൂമിൽ നിന്നോ അല്ലെങ്കിൽ ഒരു കോറിഡോറിൽ നിന്ന് വേറെ കോറിഡോറിലേക്ക് പോകുമ്പോൾ അതുപോലും നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും. സോ അതെപ്പോഴും ഒരു ഡിസൈനറുടെ ഇൻപുട്ട് അതിൽ വേണം. സോ ബെറ്റർ ടൂൾസ് വരുമ്പോൾ അത് ഫാസ്റ്റർ ആക്കാം, അതിൻ്റെ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യാം, ഡെലിവറി ടൈം കുറക്കാൻ പറ്റും. അതല്ലാതെ ഒരു റീപ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഈ ഒരു ഇതിൽ വിസിബിൾ ഇല്ല. മേ ബി അടുത്തൊരു 10 വർഷത്തേക്ക് അങ്ങനെ ഒരു വിസിബിലിറ്റി ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. പക്ഷെ ഈ പറഞ്ഞ ടൂൾസ് വരുമ്പോൾ അവരുടെ സ്കിൽ എൻഹാൻസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അതിനനുസരിച്ച് ഭയങ്കര ഹാർഡ് കോർ ആയിട്ടുള്ള ഒരു മോഡലർ ഡിസൈൻ ചെയ്യുന്നതിന് അതേ ലെവലിൽ ഒരു സെമി സ്കിൽഡ് ആയിട്ടുള്ള ആൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അപ്പോഴുമുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ഹാർഡ് കോർ ആയിട്ടുള്ള ഡിസൈനേഴ്സിന് ഈ സോഫ്റ്റ്വെയർസ് അറിയുമ്പോൾ അവരടുത്ത ലെവലിലേക്ക് പോകുന്നു. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് അതിൽ വരുന്നുണ്ട്. അപ്പം ഈ ഒരു BIM MEP ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും.
ഇപ്പം ചിലപ്പം ഇങ്ങനെ കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നവരുണ്ടാവും, ഇത് വേണോ വേണ്ടേ, അല്ലെങ്കിൽ ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചില ഫാക്ടേഴ്സ് അവിടെ ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ വരുന്ന ആൾക്കാരുടെ അടുത്ത് നിങ്ങൾക്ക് പറയേണ്ട ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ എന്ന് പറയാൻ എന്താണ്? ഇപ്പോൾ ഇതിൽ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ ബാക്ക് ടു 2008 നമ്മൾ ഇറങ്ങുന്ന സമയത്ത് IT ഒരു ബൂമുള്ള സമയമാണ്. IT നമുക്കിപ്പോൾ ഒരു നോർമൽ ഒരു മെക്കാനിക്കൽ കമ്പനി ഓഫർ ചെയ്യുന്നതിൻ്റെ ഒരു 2 to 3 times പാക്കേജിലാണ് IT ഓഫർ ചെയ്തിരുന്നത്. പക്ഷെ പിന്നെ ഇപ്പോൾ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിനെ മനസ്സിലാക്കിയത് നമ്മളൊരു 2-3 years കഴിയുമ്പോഴേക്ക് ആ ഒരു പാക്കേജും പ്രശ്നങ്ങളും മാറും. എനിക്ക് തോന്നുന്നു ഇപ്പോഴും കോർ എഞ്ചിനീയറിംഗ് എസ്പെഷ്യലി മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ പാക്കേജ് വരുന്ന ഒരു എഞ്ചിനീയറിംഗ് സ്ട്രീം എന്ന് പറയുന്നത് MEP തന്നെയാണ്. ബാക്കി ഇപ്പോൾ നമുക്ക് ഒരുപാട് ഫീൽഡ്സ് ഉണ്ട്. ഇപ്പോൾ ഇനി പറഞ്ഞ പോലെ വർക്കിംഗ് എൻവയോൺമെന്റ്, നല്ല വർക്കിംഗ് എൻവയോൺമെന്റ് എസ്പെഷ്യലി ഡിസൈനിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നല്ല എൻവയോൺമെന്റിൽ ടൂൾസും പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് അപ്സ്കിൽഡ് ചെയ്ത് പോകാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. അതായത് യു ആർ നോട്ട് ഗോയിങ് ടു ബി സാച്ചുറേറ്റഡ് ആഫ്റ്റർ എ പീരിയഡ് ഓഫ് ടൈം. ഇപ്പോൾ നിങ്ങൾ ഒരു HVAC എഞ്ചിനീയർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾ ഇഫ് യു ആർ റെഡി ടു വർക്ക് ഹാർഡ്, പ്ലംബിങ്, ഫയർ, അത് കഴിഞ്ഞ് ഇലക്ട്രിക്കൽ, അത് കഴിഞ്ഞൊരു ഡിസൈൻ മാനേജർ അല്ലെങ്കിൽ ഒരു MEP മാനേജർ എന്നുള്ള രീതിയിൽ മാറാൻ പറ്റും. പിന്നെ ഇപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്, ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊജക്ട്സ് നമുക്ക് ആൾക്കാരോട് പറയാം. അതായത് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഗോവ എയർപോർട്ടിൽ പോകണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റും, ഇതിൻ്റെ MEP മെക്കാനിക്കൽ മാനേജർ ഞാനായിരുന്നു, ഇത് ഞാൻ ഡിസൈൻ ചെയ്തതാണ്. ഇപ്പോൾ ട്രിവാൻഡ്രം എയർപോർട്ട് 40,000 square meter നമ്മൾ ആൾമോസ്റ്റ് 1.7 lakh square meter വരുമ്പോൾ ഇപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്തൊരു സാധനം നമുക്ക് പറയാൻ പറ്റും, യു ക്യാൻ എക്സ്പീരിയൻസ് ദിസ് ഈസ് വാട്ട് വി ഡെലിവേർഡ്. അപ്പോൾ ആ ഒരു പേഴ്സണൽ ഫീൽ ഉണ്ട്. ഒബിയസ്ലി ഡാറ്റാ സെന്റർ നമുക്ക് കാണിക്കാൻ പറ്റില്ല, പക്ഷെ ഇപ്പോൾ മൈത്ര ഹോസ്പിറ്റൽ എനിക്ക് പോകുമ്പോൾ പറയാൻ പറ്റൂല ഈ ഏരിയ നമ്മൾ ഡിസൈൻ ചെയ്തതാണ്. സോ അങ്ങനെ നമുക്ക് ഈവൻ നാട്ടിൽ കാണിക്കാൻ പറ്റുന്ന ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫീൽഡ് എന്ന് പറയുന്നത് കുറവാണ്. പക്ഷേ MEP നമുക്ക് പറയാൻ പറ്റും ഈ ഒരു സെക്ടർ ഓഫ് ഡെലിവറബിൾസ് നമ്മളതാണ്. ലൈക്ക് ഒരു ആർക്കിടെക്റ്റിന് പറയാൻ പറ്റുന്ന പോലെ, ഒരു ആർക്കിടെക്ട്സിന് ഇപ്പോൾ ഒരുപാട് ബിൽഡിങ്സ് എക്സാമ്പിളായിട്ട് പറയുന്ന പോലെ സെയിം ആ ബിൽഡിങ്ങിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്ന MEP നമ്മളാണ് ചെയ്തെന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്ത് കാണിക്കാൻ പറ്റുന്ന ഒരു ഫീൽഡും കൂടെയാണ് MEP. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ഈ നെക്സ്റ്റ് ഒരുപാട് കൺസ്ട്രക്ഷൻസ് ബൂം വരുമ്പോൾ ഡെഫിനറ്റ്ലി MEP ഹാസ് ദ സ്കോപ്പ് ആൻഡ് ഫ്യൂച്ചർ. ഇപ്പം ചില ഈ IT ഇൻഡസ്ട്രിയിലൊക്കെ ചിലപ്പം എന്തെങ്കിലും ഒരു ക്രൈസിസ് വരുന്ന സമയത്ത് അവരാദ്യം ചിലപ്പം ലേ ഓഫ് ചെയ്യുന്നുണ്ടാവുക ഈ ഹയർ അല്ലെങ്കിൽ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ ഒരു ഫീൽഡിൽ പക്ഷേ നേരെ തിരിച്ചാണെന്ന് തോന്നുന്നു അല്ലേ? അതിന് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 2 ക്രൈറ്റീരിയ ഉണ്ട്. ഒന്ന്, നിങ്ങൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണ് എന്നുള്ളത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ഏതെങ്കിലും ഒരു പൊസിഷനിൽ മാത്രം നിന്ന് അതിൻ്റെ മുകളിലേക്ക് നിങ്ങൾ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ മേ ബി ഒരു 10 years എക്സ്പീരിയൻസ് ആയിട്ടുള്ള നമ്മൾ നമ്മുടെ വാല്യൂ കൂട്ടിക്കൊണ്ടേ ഇരിക്കണം. അത് നമുക്ക് സ്വയം തോന്നണം. ഇപ്പം നമ്മൾ ചെയ്യുന്ന ഒരു വർക്ക്, അതിപ്പോൾ MEP എന്നല്ല ഏതൊരു ഫീൽഡിലും, ഇപ്പം ഞാൻ ഇന്ന് ഡെലിവർ ചെയ്യുന്ന സാധനം എന്നേക്കാൾ വാല്യൂ പറഞ്ഞ ഒരാൾക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി മാർക്കറ്റ് വിൽ റീപ്ലേസ്. അത് MEP-ൽ നല്ല ഏതൊരു ഫീൽഡിലും ഉണ്ട്. പക്ഷേ MEP-യുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇപ്പോൾ ചില ഫീൽഡിൽ ഒരു പോയിന്റ് ഓഫ് സ്റ്റാഗ്നേഷൻ ഉണ്ടാവും. നിങ്ങൾ എത്രത്തോളം എഫേർട്ട് ഇട്ട് കഴിഞ്ഞാലും ആ ഒരു ലെവലിൽ അതിൻ്റെ മുകളിൽ എക്സ്പീരിയൻസ് വേണ്ട ആ ഒരു സാധനം ഡെലിവർ ചെയ്യാൻ. പക്ഷെ MEP-ൽ അങ്ങനെയല്ല. ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു കൊമേഴ്സ്യൽ ബിൽഡിംഗിൽ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ ആ കൊമേഴ്സ്യൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക് ഒരു കംപ്ലീറ്റ്ലി ടെക്നിക്കൽ എൻവയോൺമെന്റിലേക്ക് ചേഞ്ച് ചെയ്യാം. ആ ഒരു ബെറ്റർ ഹയർ ഡെലിവറബിൾസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ കൊമേഴ്സ്യലിന്റെ എക്സ്പീരിയൻസ് പ്ലസ് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു ഡാറ്റാ സെന്റർ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽസ്, അപ്പോൾ അതിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ സ്കോപ്പ് നിങ്ങൾ ഡൈവേഴ്സിഫൈ ചെയ്യാണ്. അപ്പോൾ അത്രത്തോളം നിങ്ങളുടെ ഡിമാൻഡ് കൂടുതലായിരിക്കും. അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷേ ചിലപ്പോൾ എല്ലാ ഫീൽഡിലും അങ്ങനെ നമുക്കൊരു ഡൈവേഴ്സിഫിക്കേഷനോ അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യാനോ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവണമെന്നില്ല. MEP-ൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി കൂടുതലാണ്. നിങ്ങൾ ഈ ഒരു ജേർണിയിൽ ഒരുപാട് സർട്ടിഫിക്കേഷൻസ് എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? അപ്പം ഇന്ന സമയത്ത് ഇന്ന സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു എന്ന് ഒക്കെ നമുക്ക് തോന്നുന്നുണ്ടാവല്ലോ. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ ലേറ്റ് ആയിപ്പോയി അല്ലെങ്കിൽ നേരത്തെ ചെയ്യായിരുന്നു, അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാം. ഇന്ന സമയത്താണ് ഇന്നത് ചെയ്യേണ്ടത് എന്നുള്ളൊരു. അപ്പം നമ്മളെ ഓഡിയൻസിൽ പല കൈൻഡ് ഓഫ് ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് എല്ലാവർക്കും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന യൂസ്ഫുൾ ആവുന്ന രീതിയിൽ അതിലൊന്നെന്ന് പറയുന്നത് നമുക്കൊരു ക്ലാരിറ്റി വേണം, നമ്മുടെ ഒരു റൂട്ട് ഏതാണ് എന്നുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഇപ്പം എല്ലാവരും അറ്റ് എ ടൈം ഒരു MNC-യിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു MNC നമ്മൾ എയിം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലൈക്ക് ഒരു HVAC എഞ്ചിനീയർ ആണെങ്കിൽ ഒരു നല്ലൊരു ഫേമിൽ നിന്നുള്ളൊരു ഡിസൈൻ നോളജ്. കാരണം എൻട്രി എന്ന് പറയുന്നത് എപ്പോഴും ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഇപ്പം നിങ്ങൾ ഭയങ്കര ഒരു കമ്പനിയിൽ നിന്ന് ഒരു BIM സർട്ടിഫിക്കേഷൻ എടുത്തുകൊണ്ട് വലിയൊരു വാല്യൂ ഉണ്ടാവണമെന്നില്ല. കാരണം നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങളുടെ സ്കില്ലാണ് അവർ ടെസ്റ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നിങ്ങളൊരു പ്രൊജക്റ്റിൽ എൻ്റർ ആയി അല്ലെങ്കിൽ നിങ്ങളൊരു MNC-യിൽ എൻ്റർ ആയിട്ട് ആ കമ്പനിയിൽ നിന്ന് പിന്നെ നിങ്ങൾ വലിയൊരു പ്രൊജക്റ്റിലേക്ക് നിങ്ങളൊരു ടീമിൻ്റെ പാർട്ടായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ടെക്നിക്കൽ സർട്ടിഫിക്കേഷൻസ് ഉള്ളത് എപ്പോഴും
ബെറ്റർ ആയിരിക്കും. ലൈക്ക് ഇപ്പോൾ നിങ്ങളൊരു കമ്പനിയിൽ എൻ്റർ ചെയ്തിട്ട് നല്ലൊരു HVAC ഡിസൈൻ പ്രൊജക്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു CDCP സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രൂവ് ചെയ്യും. കാരണം നമ്മൾ ക്ലയൻറ്റിൻ്റെ അടുത്ത് ഇപ്പോൾ ഞാൻ AECOMൽ ആസ് എൻ അസോസിയേറ്റ് ഡയറക്ടർ എനിക്ക് ക്ലയൻറ്റിന് CVs കൊടുക്കണം. അപ്പോൾ ആ CV കൊടുക്കുന്ന സമയത്ത് ഒബ്വിയസ്ലി ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഒരു ഇന്റർനാഷണൽ വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ചെയ്ത് എത്ര ടീം മെമ്പേഴ്സ് എൻ്റെ കൂടെ ഉണ്ട് അതിനൊരു പ്രിഫറൻസ് ഉണ്ടാവും. അതല്ലെങ്കിൽ അവർ ചെയ്ത പ്രൊജക്ട്സ്. ഇപ്പോൾ നമുക്ക് സർട്ടിഫിക്കറ്റ്സ് ഇല്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് നല്ല പ്രൊജക്ട്സ് ചെയ്തിട്ടുള്ളവർ. അപ്പോൾ ഒബ്വിയസ്ലി ഇപ്പോൾ ഒരു HVAC എഞ്ചിനീയർ ആണെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് BIM അറിഞ്ഞിരിക്കണം. അത് കഴിഞ്ഞിട്ടൊരു CDCP സർട്ടിഫിക്കേഷൻ വേണം. പിന്നെ ഇപ്പോൾ ഇന്ത്യൻ പ്രൊജക്ട്സ് ചെയ്യുകയാണെങ്കിൽ IGBC AP സസ്റ്റൈനബിലിറ്റിക്ക്. അതല്ല നിങ്ങൾ മിഡിൽ ഈസ്റ്റോ അല്ലെങ്കിൽ US പ്രൊജക്റ്റുകളൊക്കെയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ലീഡ്. നിങ്ങൾ ഒന്നും കൂടെ ഒരു എക്സ്പീരിയൻസ്ഡ് ഒരു 5 to 8 years എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ CHDP-നാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. HVAC-ലാണെങ്കിൽ HBDP ഉണ്ട്, ഹൈ പെർഫോമൻസ് ബിൽഡിംഗ് ഡിസൈൻ പ്രൊഫഷണൽ ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഫയർ ആണെങ്കിൽ CFPS ഉണ്ട്, NFPS, CFPS ഉണ്ട്, CWFS ഉണ്ട്. അപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് എപ്പോഴും അപ്പോൾ നിങ്ങളൊരു എക്സ്പീരിയൻസ് കഴിഞ്ഞ് ഒരു സെർട്ടൺ പീരീഡ് കഴിഞ്ഞാൽ ഒരാൾ ഇൻ്റർവ്യൂവിൽ നിങ്ങളോടൊരു കോർ ടെക്നിക്കൽ ക്വസ്റ്റ്യൻ, ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഒരു ഡക്റ്റിംഗ് സിസ്റ്റം ഡിസൈൻ ചെയ്യുന്നത് ചോദിക്കാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിൽ യു ആർ സർട്ടിഫൈഡ് ബൈ ആൻ ഇന്റർനാഷണൽ ബോഡി ദാറ്റ് യു ആർ ക്വാളിഫൈഡ് ഫോർ ദിസ് വൺ. സോ സർട്ടിഫിക്കറ്റ്സ് ആർ ഓൾവേസ് ഗുഡ് ടു ഹാവ്. ഒരു ഫ്രഷർ അല്ലെങ്കിൽ ഒരു 1 year എക്സ്പീരിയൻസ് ഉള്ള ആൾ ഈ ആൾ ഒരു MNC നോക്കുന്നുണ്ടെങ്കിൽ അവിടെ സർട്ടിഫിക്കറ്റ് ആണോ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ സ്കില്ലിനാണ്? 100% സ്കില്ലാണ്. കാരണം ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ AECOM-ലാണെങ്കിലും നമ്മൾ സർട്ടിഫിക്കറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ജസ്റ്റ് നൈസ് ടു ഹാവ്. സ്കിൽ ഈസ് മാൻഡേറ്ററി. സർട്ടിഫിക്കറ്റ്സ് നമ്മൾ കമ്പനിയിൽ കയറി അത് കഴിഞ്ഞിട്ട് പോകുമ്പോഴാണ്. അല്ലാതെ ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു കമ്പനിയിൽ നമ്മൾ എടുക്കുമ്പോഴും മേ ബി യു വിൽ ഗെറ്റ് എ കോൾ, യു വിൽ ഗെറ്റ് എ സ്ലൈറ്റ് പ്രയോറിറ്റി ഫോർ ആൻ ഇൻ്റർവ്യൂ. ഓക്കെ, യു ആർ സർട്ടിഫൈഡ്, സോ യു കം ഫോർ ദ ഇൻ്റർവ്യൂ. ബട്ട് that doesn't mean that you are automatically selected. You should have that skill and you have to demonstrate you are fit for the job. സംഭവം എന്താണെന്ന് വെച്ചാൽ പല സ്റ്റുഡൻസും ഇപ്പോഴും സർട്ടിഫിക്കറ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും പല കുട്ടികളെയും ബ്ലെയിം ചെയ്യുന്നത് അല്ലെങ്കിൽ ഇല്ലാതെ ഞാനും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് അഡ്വർടൈസ്മെന്റ്സ് കണ്ടിട്ടുണ്ട്, ഞങ്ങൾ ഈ സർട്ടിഫിക്കറ്റ്സ് ഓഫർ ചെയ്യുന്നുണ്ട്, ഇതുണ്ട്. പക്ഷെ അതൊക്കെ മേ ബി യു വിൽ ഗെറ്റ് എ കോൾ, നത്തിങ് ബിയോണ്ട് ദാറ്റ്. കാരണം ഇപ്പോൾ ഒരു കമ്പനി പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇപ്പോൾ പണ്ട് റിട്ടേൺ എക്സാം ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് പകരം ടെസ്റ്റ് ഉണ്ടായിരിക്കും. നിങ്ങളുടെ സ്കില്ല് അവർ മാൻഡേറ്ററി ആയിട്ട് ടെസ്റ്റ് ചെയ്യും. സോ ആ സർട്ടിഫിക്കറ്റ് വെച്ചാണ് നിങ്ങൾക്ക് ഒരിക്കലും പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് വേണം. യു ഷുഡ് ബി സ്കിൽഡ്. അത് പ്രോപ്പറായിട്ടുള്ള ഒരു ട്രാക്ക് റെക്കോർഡ് നമുക്കുണ്ട്. കാരണം മറ്റ് പല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ട് ഇൻ്റർവ്യൂ വരെ എത്തുന്നുണ്ട്, പക്ഷെ ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരുപാട് സ്റ്റുഡൻസ്. അതിപ്പോൾ ഈ പറഞ്ഞ ഇപ്പോൾ AECOM-ൽ ഞങ്ങൾ ഒരുപാട് ചിലപ്പോൾ സർപ്രൈസ് ആയിരുന്നു. അതായത് ഇപ്പോൾ നല്ല മാർക്കുള്ള കുട്ടികൾ, അപ്പോൾ എഞ്ചിനീയറിങ്ങിന് 7 അല്ലെങ്കിൽ 8 GPA ഒക്കെ ഉള്ള ആളുകൾക്ക് ഫണ്ടമെന്റൽസ് ചോദിക്കുമ്പോൾ ആൻസർ ചെയ്യാൻ പറ്റാത്ത സ്റ്റേജ് വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ വേറൊരു സ്റ്റേജ് കണ്ടിട്ടുള്ളത്, നമ്മൾ ചിലപ്പോൾ പറയും ദേ ആർ എക്സൽ എഞ്ചിനീയേഴ്സ്. അതായത് എക്സൽ ഷീറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് ഹീറ്റ് ലോഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിൻ്റെ ഫണ്ടമെന്റൽസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈക്കോമെട്രിൻ്റെ ഫണ്ടമെന്റൽസ് അല്ലെങ്കിൽ ലോഡ് കാൽക്കുലേഷൻസ്, ഇതിൻ്റെ ഫണ്ടമെന്റൽസ് എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പിൾസ് അറിയില്ല. അപ്പോൾ ഒരു MNC-യിൽ ഒരിക്കലും ഈ പറഞ്ഞ ഇതിന് വാലിഡിറ്റി ഉണ്ടാവില്ല. കാരണം അവർ ഇപ്പോൾ എസ്പെഷ്യലി AECOM ഒക്കെ ആണെങ്കിൽ ഹാർഡ് കോർ എഞ്ചിനീയറിംഗ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ വരുന്ന സ്റ്റുഡൻസിനോട് ചോദിക്കുന്നത്. ഞാൻ പറയുന്നത് അവരോടത്ത് നമ്മൾ RSC അല്ലെങ്കിൽ തെർമോഡൈനാമിക്സ് ചോദിക്കുന്നതല്ല, ഡിസൈൻ ബേസിസ്. ഇപ്പോൾ നമ്മളൊരു ജനറൽ സിനാരിയോ ലൈക്ക് യു ആർ ഡിസൈനിങ് എ റൂം, ലൈക്ക് നമ്മൾ ഇൻ്റർവ്യൂവിന് ഇരിക്കുമ്പോൾ അപ്പോൾ അതിന് നിങ്ങൾ എന്തൊക്കെ കൺസിഡറേഷൻ എടുക്കും. അപ്പോൾ അവർ പറയുന്നത് U വാല്യൂ, ദെൻ വാട്ട് ഈസ് U വാല്യൂ, വാട്ട് ഈസ് എൻതാൽപ്പി. ആ ഒരു ലെവലിൽ ചോദിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ഈ പറഞ്ഞ നല്ല ഹൈലി ക്വാളിഫൈഡ് ആളുകൾക്ക് അതിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റാതെ വരാറുണ്ട്. കാരണം അതിൻ്റെ കമ്പനികൾ നോക്കുന്നത് നിങ്ങളുടെ ഒരു ഡിസൈൻ ബേസിസ്. അപ്പോൾ അത് നല്ല രീതിയിൽ നല്ലൊരു ബ്രിഡ്ജിങ് കോഴ്സോ അല്ലെങ്കിൽ എങ്ങനെയാണോ നിങ്ങൾ അത് വേണം. എന്നാലുള്ളൂ നമുക്ക് ഡിസൈൻ ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു എറർ വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല. ഇപ്പം നിങ്ങളൊരു എക്സൽ എഞ്ചിനീയേഴ്സ് നമ്മൾ പറയുന്നത് ഇപ്പോൾ എക്സലിൽ ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള ഒരു ടെക്നിക്കൽ നോളജ് ആളുകൾക്ക് വേണം. നമുക്ക് ഒരിക്കലും 100% സോഫ്റ്റ്വെയർസിനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടുന്നത് ഒരു ഔട്ട്റേജസ് വാല്യൂ ആണെങ്കിൽ അത് ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് തോന്നണം. നമുക്കൊരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ നമ്മുടെ ഒരു സീനിയറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു പ്രൊഫഷണൽ കരിയറിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇറ്റ് വിൽ ബി ജസ്റ്റ് എ മെന്റർഷിപ്പ്, ബട്ട് യുവർ പാർട്ട് യു ഹാവ് ടു ഡു. നിങ്ങളെ കരിയർ ജേണിയിൽ ഇന്ന സോഫ്റ്റ്വെയർ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ പഠിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു തോന്നിയ കുറച്ച് സോഫ്റ്റ്വെയർ ഏതൊക്കെയാണെന്ന്? ഒബിയസ്ലി എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും BIM ആണ്. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു 18 years കൂടുതലും നേവിസ് വർക്കാണ്. അപ്പോൾ നമ്മൾ ഓട്ടോകാഡ് ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഓട്ടോകാഡിൽ നിന്ന്
ബിമ്മിലേക്കുള്ളൊരു ട്രാൻസിഷൻ വരുന്ന സമയത്തേക്ക് ഞാൻ കുറച്ചും കൂടെ സീനിയർ ആയിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു ബിം മോഡലർ ആയിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു ചാൻസ് വരുന്നില്ല. കാരണം ഇപ്പോൾ കൂടുതലും ഡിസൈൻ മാനേജർ അല്ലെങ്കിൽ ഡിസൈൻ കോർഡിനേഷൻ, ക്ലയന്റ് ഇന്റർഫേസ്. അപ്പോൾ എനിക്ക് കൂടുതൽ ഇന്ററാക്ട് ചെയ്യേണ്ടി വരുന്നത് ബിമ്മും നാവിസ് വർക്കും വെച്ച് ക്ലാഷ് ഡിറ്റക്ഷൻ കാര്യങ്ങൾ. അപ്പോൾ മേ ബി എനിക്ക് തോന്നുന്നു ഞാനൊരു റെവിറ്റ് ഒന്നും കൂടെ നന്നായിട്ട് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നെങ്കിൽ. ഇപ്പോൾ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഉണ്ട്, പക്ഷേ നോട്ട് അപ് ടു ഹൗ എ ഡിസൈനർ ഓർ മോഡലർ വിൽ ഡു. സോ മേ ബി ഒരു 3-4 years ബാക്ക് ഞാൻ അന്ന് കുറച്ച് എഫേർട്ട് എടുത്ത് കണ്ട് ബിമ്മിലേക്ക് അന്ന് നാവിസ് വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്ത പോലെ ബിമ്മിൽ ഞാൻ കുറച്ചും കൂടെ എഫേർട്ട് എടുത്തിരുന്നെങ്കിൽ ഐ കുഡ് ഹാവ് മാനേജ്ഡ് ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതപ്പോൾ ഈ ഒരു ഫീൽഡിലുള്ള ആൾക്കാരാണെങ്കിലും റെവിറ്റ് അല്ലെങ്കിൽ ബിം കാര്യങ്ങൾ പഠിക്കാൻ നമ്മൾ അഡീഷണൽ എഫേർട്ട് എടുക്കണം. ഇപ്പോൾ ബിം ഈസ് മാൻഡേറ്ററി നൗ അറ്റ് വാട്ട് എവർ സ്റ്റേജ് യു ആർ, ബിക്കോസ് as I told now, if you work as a design manager, all your design workshops or interactions, everything you have to deliver through BIM only. Now there is no company is doing that. You will be showing it in AutoCAD. They will be taking extra fun out. That era has gone. So BIM mandatory ആയിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ നിങ്ങളൊരു സീനിയർ ആണെങ്കിൽ മേ ബി നിങ്ങൾക്ക് ഒരു വർക്ക് സെറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെ, അങ്ങനത്തെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണ്ട. പക്ഷെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു മോഡൽ ഡെവലപ്പ് ചെയ്യുന്നത്, എത്ര ടൈം എടുക്കും. ഇപ്പോൾ ഒരു മോഡലർ നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് BIM അറിയില്ലെങ്കിൽ ദേ ക്യാൻ സിംപ്ലി ബ്ലഫ് യു. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു പ്രൊജക്ട് ഷെഡ്യൂൾ ചെയ്യുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഓവറോൾ പ്രൊജക്ട് മാനേജർക്ക് നിങ്ങളുടെ ഡെലിവറബിൾസ് കൊടുക്കണമെങ്കിൽ യു ഷുഡ് ഹാവ് ആൻ ഐഡിയ ഹൗ മച്ച് ടൈം വിൽ ടേക്ക് ഫോർ എ 1:100 A0 size to develop in LOD 100, LOD 200. Then for the presentation printout, so that clarity you should have. Then when you go for a meeting, നിങ്ങൾക്ക് ആ മീറ്റിംഗിൽ പ്രസന്റ് ചെയ്യണം, നിങ്ങളുടെ മോഡലിന്റെ സ്റ്റാറ്റസ് കാണിക്കണം. അല്ലെങ്കിൽ പെട്ടെന്നൊരു ക്ലയന്റ്, ഒബിയസ്ലി നമുക്ക് എപ്പോഴും വരുന്നത് ക്ലയന്റ് അടുത്ത് സഡൻ ആയിട്ട് വരും മോഡലിന്റെ ഹെൽത്ത് സ്റ്റാറ്റസ്. അപ്പോൾ അത് നോക്കുമ്പോൾ ഹെൽത്ത് സ്റ്റാറ്റസ് നോക്കുക, അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസൈൻ മാനേജർക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആസ് എ ഡിസൈൻ മാനേജർ യു കനോട്ട് പെർഫോം ആൻഡ് ഡെമോൺസ്ട്രേറ്റ് യുവർ കമ്പനി. സോ ദാറ്റ് വിൽ ബി എ ചലഞ്ച്. സോ ഐ വുഡ് സേ irrespective of your seniority, you should be a tech savvy and you should know what is the software that is leading your firm or your organization now. So obviously now BIM is leading all the MEP projects. So you have to be I don't say that you have to be an expert as a senior person, but you should know how things works and how you will deliver through BIM. സോ അതറിഞ്ഞിരിക്കണം മസ്റ്റായിട്ട്. നിങ്ങളൊരു എക്സ്പീരിയൻസിൽ ഈ BIM MEP ഫീൽഡിലുള്ള ഒരു വർക്ക് ലൈഫിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കാരണം നിങ്ങളിപ്പോൾ 18 വർഷമായിട്ട് ഈ ഫീൽഡിലാണ്, ഈ ഫീൽഡിൽ തന്നെയാണ് ഇപ്പോഴും സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. അപ്പം മറ്റുള്ളവർക്കും അറിയാൻ താല്പര്യം ഉണ്ടാവുമല്ലോ ഈ ഒരു ഫീൽഡിൻ്റെ ഒരു വർക്ക് ലൈഫ് ബാലൻസ് എങ്ങനെയാണെന്നുള്ളത്. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രൊജക്ട്സ് യു ഡെലിവർ ആൻഡ് ദ കമ്പനി യു വർക്ക്. So even if a good company, you will be sometimes will be having very tight schedule. So even like a company like AECOM also will be having sometimes extended hours. We call that sometimes you have to do the firefighting, but it doesn't mean that you will be always have that issues. So it depends on the projects, and I would say mostly it depends on the company. Like AECOM always they always give high priority to the employee welfare. So even as an associate director, when ഞാനൊരു പ്രൊജക്ട് പ്ലാൻ ചെയ്യുമ്പോൾ ആൾറെഡി നമുക്കറിയാം ഒരു പ്രൊജക്ട് ഇപ്പോൾ നമ്മൾ ക്ലയൻറ്റുമായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടാകുമ്പോൾ നമുക്ക് ഡെലിവറബിൾസ് വരുമ്പോൾ നമ്മൾ ക്ലിയർ ആയിട്ട് പറയും ഇതാണ് നമ്മുടെ ഷെഡ്യൂൾ. ലൈക്ക് ഐ നീഡ് 3 weeks or 4 weeks for inception, next 8 weeks for concept design. But sometimes what will happen, your architectural design may change, so your schedule will get squeezed. So it can happen. Even a well organized organization like AECOM also sometimes will have. But some companies they will give least priority to employees, so they will always give that pressure to the employees that you have to deliver on whether it happens or not. So it's a general global phenomenon. It doesn't depend on MEP or any other firms. So it depends. I would say mostly 90% it depends on the company. പിന്നെ പ്രോപ്പറായിട്ടുള്ള സ്ട്രക്ചർഡ് ആയിട്ടുള്ള കമ്പനിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ most of the time we'll manage it. നമ്മളെപ്പോഴും it depends how your company works. If your company is a people managed company, there will be always a trouble. If your company is process oriented, then people are not important. There's a established process. So otherwise what will happen, even as a leader I will be in trouble tomorrow if suddenly my juniors or my teammates may be on leave or he may leave for whatever reason. So if it's not structured and if it's not a process, you will be in trouble. So all the good companies, they will always rely on, they have a set out standard procedure and process. We are just fit into that. So you will not have that much stress. But still, as I told, sometimes it may happen, but not every time. അപ്പോൾ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്യുന്ന സമയത്ത് റെവിറ്റ് മാത്രം പഠിപ്പിക്കുന്ന സ്ഥലത്ത് ചേരണോ, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡിസൈൻ ആസ്പെക്ട്സ് കൂടെ കവർ ചെയ്യുന്ന സ്ഥലത്ത് ജോയിൻ ചെയ്യണോ, എന്താണ്, അല്ലെങ്കിൽ രണ്ടും കൂടെ കവർ ചെയ്യുന്ന സ്ഥലത്ത് ജോയിൻ ചെയ്യണം, എന്താണ്, അല്ലെങ്കിൽ ഏതാണ് നല്ലത്?
ഇപ്പം നിങ്ങളൊരു MEP ഡിസൈൻ ആസ്പിരൻ്റ് ആണെങ്കിൽ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ ആ കോഴ്സിൻ്റെ സിലബസ് പ്രോപ്പറായിട്ട് നോക്കുക. നിങ്ങൾക്കൊരു തെറോ ഫൗണ്ടേഷൻ ഡിസൈനിൽ കിട്ടിയിരിക്കണം. അതല്ലാതെ നിങ്ങളിപ്പോൾ ഒരു മോഡലർ അല്ലെങ്കിൽ ഒരു ഡിസൈനറായിട്ട് ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ ഡിസൈൻ ചെയ്യുന്ന സാധനത്തിൻ്റെ ഒരു ടെക്നിക്കൽ നോഹൗ നിങ്ങൾക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഒരു ബെനിഫിറ്റ് ഇല്ല. സോ നല്ല രീതിയിൽ ഡിസൈൻ ഫൗണ്ടേഷൻ, ഇപ്പോൾ ഞാൻ പറഞ്ഞ എഞ്ചിനീയറിംഗ് ഫൗണ്ടേഷൻ അല്ല, നമ്മുടെ ഇപ്പോൾ MEPയിൽ നിങ്ങൾ ഏത് സ്ട്രീമിലാണോ ജോയിൻ ചെയ്യുന്നത്, ഇപ്പോൾ ഇലക്ട്രിക്കലാണെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ പ്ലംബിംഗ്, അതിൻ്റെ ഇൻഡസ്ട്രി റിക്വയർമെൻറ്റ് ഡിസൈൻ ഫൗണ്ടേഷൻ മസ്റ്റായിട്ട് തരുന്നൊരു ഫേം ആയിരിക്കണം. പിന്നെ അതിൻ്റെ ലേറ്റസ്റ്റ് ടൂൾസ്, അതുപോലെ ഒരിക്കലും റെവിറ്റ് മാത്രമായിട്ടുള്ള ഒരു ഇതിൽ നിങ്ങൾക്കൊരു ഫ്യൂച്ചർ ഉണ്ടാവില്ല. നിങ്ങൾക്ക് റെവിറ്റ് അറിഞ്ഞിരിക്കണം, അത്യാവശ്യം നേവിസ് വർക്ക്, അതുപോലെ ബിം കൊളാബറേഷൻ, ഇത്രയും ഉള്ള ഒരു പാക്കേജിലുള്ള ഒരു കോഴ്സ് ആയിരിക്കണം. യു ആർ സീരിയസ് അങ്ങനെയാണെങ്കിൽ ജോയിൻ ചെയ്യേണ്ടത്. അതല്ല ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഡിസൈൻ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് അയാൾക്ക് ചിലപ്പോൾ ഡിസൈൻ പഠിക്കേണ്ട ആവശ്യമില്ല, കാരണം അയാൾ ആൾറെഡി നല്ലൊരു ഡിസൈനറാണ്. അപ്പം അങ്ങനത്തെ ആളുകൾക്ക് നേരെ ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ ഒരു ബിം മോഡലിംഗ് അല്ലെങ്കിൽ ബിം ഫൗണ്ടേഷൻ, ഈ പറഞ്ഞ എന്നെ പോലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഇപ്പോൾ ഒരു ബിം ഡിസൈൻ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യില്ല. അപ്പം ഞാൻ പോകുന്ന ഒരു ബിം ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ബിം പ്രൊജക്ട് മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളായിരിക്കും. അപ്പോൾ അത് നമ്മുടെ റിക്വയർമെന്റ്. പക്ഷെ ഒരു ഗ്രാജുവേറ്റ് ആണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ബേസ് ഡിസൈൻ പ്ലസ് റെവിറ്റ് പ്ലസ് ബിം, അതൊരു കോഴ്സായിട്ട് കൊടുക്കുന്ന ഒരു പാക്കേജ് സെലക്ട് ചെയ്തിട്ട് അതിന് അത്യാവശ്യം ഇപ്പോൾ ചിലപ്പോൾ എനിക്കറിയില്ല, ഇപ്പോൾ ഒരു 1 month കൊണ്ടൊക്കെ പഠിപ്പിക്കുന്ന അഡ്വർടൈസ്മെന്റ് കാണാറുണ്ട്. എൻ്റെ ഒരു ഇതിലൊരു 3 to 6 months ഇല്ലാന്നുണ്ടെങ്കിൽ, കാരണം നിങ്ങൾ പഠിച്ചാൽ മാത്രം പോരാ, പ്രാക്ടീസ് ചെയ്യും കൂടെ വേണം. അപ്പോൾ നമുക്കൊരു 2 weeks കൊണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ എല്ലാ കോഡ്സും സ്റ്റാൻഡേർഡ്സും നോക്കിയിട്ട് പോവാം, അതിൻ്റെ റെവിറ്റിൻ്റെ ടൂൾസ് പഠിക്കാം. പക്ഷെ അത് വർക്ക് ചെയ്ത് നമ്മളൊരു വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൽ ഒരുപാട് ഡൗട്ട്സ് വരിക, ഇതെങ്ങനെയാണ് നമ്മൾ കൊളാബറേറ്റ് ചെയ്ത് വരുന്നത് എന്നുള്ളത്. അപ്പോൾ അതിനൊരു 3 to 6 months പ്രൊജക്ട് ഓറിയന്റഡ് മസ്റ്റ് ആയിരിക്കണം. റിയൽ ടൈം അല്ലെങ്കിൽ ആക്ച്വൽ പ്രൊജക്ട്സിൽ എക്സ്പീരിയൻസ് തരുന്ന ഫേംസിന് പോയിട്ട് പഠിക്കണം. അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, അതായത് ഡെമോ പ്രൊജക്ട്സ് ഉണ്ടായിരിക്കും. ഒരു ടിപ്പിക്കൽ ഒരു 1000 square feet ഒരു വീട്, അതിൽ അങ്ങനെയല്ല, നിങ്ങൾക്കൊരു ലൈവ് പ്രൊജക്ട് ഇൻഡസ്ട്രി പ്രൊജക്ട്സിൽ എക്സ്പോഷർ കിട്ടുന്ന സ്ഥലത്ത്, കാരണം അങ്ങനെയുള്ള അപ്പോഴുള്ള നമുക്കൊരു റിയൽ സൈറ്റ് സിനാരിയോ അല്ലെങ്കിൽ റിയൽ വേൾഡ് സിനാരിയോയിലേക്ക് നിങ്ങൾക്ക് എക്സ്പോസ്ഡ് ആവുന്നുള്ളൂ. മറ്റേത് നമുക്ക് അവിടെ സെറ്റ് ഔട്ട് ചെയ്ത് വെച്ച കുറേ പ്രൊജക്ട്സ് ഉണ്ടാവും, അതിൽ നിങ്ങൾ ഏതെങ്കിലും ഡക്റ്റിംഗ് ചെയ്യും, പൈപ്പിംഗ് ചെയ്യും, ഇതാണ് LOD 100-200 എന്ന് പറഞ്ഞ് അതുകൊണ്ട് കാര്യമല്ല. ആക്ച്വൽ പ്രൊജക്ട്സിൽ വർക്ക് ചെയ്ത് പഠിക്കണം. ഒരു MNC ആണ് നമ്മൾ എയിം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യൻ പ്രൊജക്ട്സ് ചെയ്ത് പഠിക്കണോ അല്ലെങ്കിൽ ഇന്റർനാഷണൽ പ്രൊജക്ട് ചെയ്ത് പഠിക്കണം, ഏതാണ് ബെറ്റർ? ഇപ്പോൾ ഒരു MNC ഇപ്പോൾ 2 രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എല്ലാ MNCകൾക്കും ഇന്ത്യൻ പ്രൊജക്ട്സ് ചെയ്യുന്ന MNCകളുണ്ട്, എന്നാൽ ഇന്ത്യയിൽ ഓഫീസുള്ള പുറത്തുള്ള പ്രൊജക്ട്സ് മാത്രം ചെയ്യുന്ന MNC ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ പറയുന്ന ഒരു ഗ്രാജുവേറ്റ് എന്നുള്ള രീതിയിൽ ഇപ്പോൾ നിങ്ങൾ MNC ആണ് ചെയ്യുന്നുണ്ടെങ്കിലും ഫസ്റ്റ് കിട്ടുന്ന ഗുഡ് ചാൻസ് നിങ്ങൾ എടുക്കണം. കാരണം ഗെറ്റ് ഇൻ ടു ദ ഇൻഡസ്ട്രി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളിപ്പോൾ പുറത്ത് നിന്നാണ്ട് ഗാലറിയിൽ ഇരുന്ന് എത്ര കളി കണ്ടിട്ടും കാര്യമില്ല. അപ്പോൾ ഗ്രൗണ്ടിൽ ഇറങ്ങാൻ കിട്ടുന്ന നല്ലൊരു ചാൻസിൽ, അതിപ്പോൾ ഒരു ചെറിയ കമ്പനി ആണെങ്കിലും വലിയ കമ്പനി ആണെങ്കിലും, ഫസ്റ്റ് ചാൻസ് യു ഷുഡ് ഗ്രാബ് ഇറ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് ഒരു നല്ലൊരു പ്രൊഫൈൽ ഉണ്ടാക്കി നല്ലൊരു എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി യു വിൽ ഗെറ്റ് എ ചാൻസ് ടു ആൻ MNC. പിന്നെ അത് നമുക്ക് അപ്പോഴൊരു ഫ്രീഡം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബേസ്ഡ് ഓൺ യുവർ പ്രിഫറൻസ്, അതായത് ഇപ്പോൾ നിങ്ങൾക്കൊരു 2 ഓപ്ഷൻ വന്നു, ഒരു ഇന്ത്യൻ പ്രൊജക്ട് ചെയ്യുന്ന ഒരു MNC അല്ലെങ്കിൽ ഒരു മിഡിൽ ഈസ്റ്റ് US പ്രൊജക്ട് ചെയ്യുന്ന MNC ആണെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഇന്ത്യൻ പ്രൊജക്ട്സ് ആർ ആൾവേസ് കോസ്റ്റ് ഓറിയന്റഡ്. ക്വാളിറ്റിയേക്കാൾ കൂടുതൽ നമ്മൾ കോസ്റ്റ് ഡ്രിവൺ ആണ്. നേരെ മറിച്ച് നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ മിഡിൽ ഈസ്റ്റിൽ വർക്ക് ചെയ്യുന്നത്, അവിടെ കുറച്ചും കൂടെ ഒരു ക്വാളിറ്റി ഡ്രിവൺ ആണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ആ ഒരു വ്യത്യാസം ഉണ്ടാവും. പക്ഷെ വർക്ക് വൈസ് അതിൽ അത്ര ഒരു ഡിഫറൻസ് ഉണ്ടാവില്ല. എസ്പെഷ്യലി ഡിസൈനർ ആണെങ്കിൽ, ഡിസൈൻ ഇന്ത്യൻ പ്രൊജക്ട്സ് ആണെങ്കിലും ഇപ്പൊ നല്ല രീതിയിൽ നമ്മൾ നല്ല ഡിസൈൻസ് വരുന്നുണ്ട്, മിഡിൽ ഈസ്റ്റ് പ്രൊജക്ട് ആണെങ്കിലും അതുണ്ടാവും. പക്ഷേ ഈ പറഞ്ഞ എക്സിക്യൂഷൻ സ്റ്റേജിൽ വരുമ്പോൾ അതിൽ കുറച്ച് കോംപ്രമൈസ് വരും നമ്മുടെ പ്രൊജക്ട്സുകളിൽ, കാരണം ബഡ്ജറ്റ് എപ്പോഴും ഒരു കൺസ്ട്രെയിൻ ആയിരിക്കും. നിങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മളൊരു MNC ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കോഴ്സ് കാര്യങ്ങളൊക്കെ പഠിച്ച് പ്രൊജക്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത്, അപ്പം ഒരു MNC കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്ത് നല്ല കമ്പനി കയറുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ കിട്ടുന്ന കമ്പനി കയറണമാണോ നല്ലത്? ഒന്നാമത്തെ കാര്യം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആരും അത്ര ലോയൽ അല്ല, ടു ബി ഫ്രാങ്ക്. ഇപ്പൊ നമ്മളിപ്പോൾ ഈവൻ AECOM നമ്മൾ ഒരാളെടുത്താലും നമ്മൾ HR പറയും നിങ്ങൾ 1 year നിൽക്കണം, 2 years നിൽക്കണം. പക്ഷേ നമുക്ക് തന്നെ അറിയാം ആൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ ആൾ പോകും എന്നുള്ളത്. പിന്നെ ഈ പറഞ്ഞ ക്വസ്റ്റ്യന് ഇപ്പൊ നമ്മളൊരു ഇന്റർവ്യൂ ഇതാക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ 0 to 3 years എക്സ്പീരിയൻസ് ക്യാൻ അപ്ലൈ. മേ ബി ഒരു ക്രൈറ്റീരിയ അതായിരിക്കും, അല്ലെങ്കിൽ 3 to 6 years ക്യാൻ അപ്ലൈ. സോ ഈ 0 എക്സ്പീരിയൻസ് ഉള്ള ആളെക്കാളും എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് 1 year എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കും. അപ്പോൾ നമ്മൾ അയാൾ ഏത് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളതല്ല, ഹി നോസ് സംതിങ് ആൻഡ് ഹീ ഈസ് ഡൂയിങ് സംതിങ്, അതിനാണ് ഇമ്പോർട്ടൻറ്റ്. സോ ഇപ്പോൾ ഒരു എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് എന്താണ് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് അത് നിങ്ങൾ വർക്ക് ചെയ്യുക, എന്നിട്ട് ദെൻ യു ട്രൈ ഫോർ ദ നെക്സ്റ്റ് വൺ.
ആസ് ആൻ സീനിയർ ഐ ഷുഡ് നോട്ട് സേ ദാറ്റ് പീപ്പിൾ ഷുഡ് ചേഞ്ച്. പക്ഷെ അതൊരു സിനാരിയോ ആണ്. നമുക്ക് ഒരിക്കലും ഒരാളെയും പിടിച്ചു നിർത്താൻ കഴിയില്ല. അത് കമ്പനി അത്രത്തോളം നല്ലതാണെങ്കിൽ, നല്ല പേയ്മെന്റ് ഉണ്ടെങ്കിൽ, മോർ ദാൻ പേയ്മെന്റ് ചിലപ്പോൾ ഇപ്പോൾ ഒബിയസ്ലി ഒരു എൻട്രി ലെവലുള്ള ആളുകൾക്ക് എപ്പോഴും പേയ്മെന്റ് തന്നെ ആയിരിക്കും ഇമ്പോർട്ടൻസ്. നമ്മളൊരു സ്റ്റേജ് മാറി കഴിയുമ്പോഴാണ് നമ്മൾ മോർ ദാൻ പേയ്മെന്റ് നമ്മുടെ കംഫർട്ട് ലെവൽ അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് പ്രൊജക്ട്സ് എന്നുള്ള രീതിയിൽ വരുന്നത്. അപ്പോൾ അത് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്തൊരു കമ്പനി ആണെങ്കിൽ ആളുകൾ പോകും. പക്ഷേ ഞാൻ പറയുന്നത് എപ്പോഴും വെയിറ്റ് ചെയ്യരുത്, ഫസ്റ്റ് ചാൻസ് തന്നെ എടുക്കുക. അപ്പം പേയ്മെന്റിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പം ചില സ്റ്റുഡൻസ് ഇങ്ങനെ ചോദിക്കാറുണ്ട്, നല്ലൊരു MNCയിൽ ഇന്റേൺഷിപ്പ് കിട്ടിയാൽ പോകണോ, അല്ലെങ്കിൽ ചെറിയ കമ്പനി, നാട്ടിൽ ഏതെങ്കിലും ചെറിയ കമ്പനിയിൽ ജോബ് കിട്ടിയാൽ അതിന് പോകണോ എന്നുള്ളൊരു സംശയം അങ്ങനെ പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിന് നമുക്കൊരു എക്സ്പേർട്ട് ലെവൽ ഒരു ഗൈഡൻസ് എന്താ കൊടുക്കാൻ പറ്റുക? അത് ഇന്റേൺഷിപ്പ് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് MNCയോട് സംസാരിക്കാൻ പറ്റും. അതായത് ഈ ഇന്റേൺഷിപ്പിന് ശേഷം നിങ്ങളെ അവർ ജോബിലേക്ക് എടുക്കുമോ, ഒരു GET ആയിട്ട് എടുക്കുമോ, എങ്ങനെയാണ് എന്നുള്ളത്. അതല്ലെങ്കിൽ ഏത് തരം പ്രൊജക്റ്റുകളിലാണ് നിങ്ങളെ ഇന്റേൺഷിപ്പ് എടുക്കുന്നത്. അപ്പോൾ അതിനൊരു ക്ലാരിറ്റി കിട്ടി അത് നിങ്ങൾക്കൊരു സാറ്റിസ്ഫൈഡ് ആൻസർ ആണെങ്കിൽ നിങ്ങൾക്ക് ആ MNCയിൽ പോവാം. അതല്ല നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ചെറിയ കമ്പനിയാണ്, അതായത് ഒരു വലിയൊരു ഫെയിം എന്നുള്ള കമ്പനി അല്ല, പക്ഷെ അവർ നല്ല പ്രൊജക്ട്സ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ. ഓക്കെ, അത് ഡിപ്പെൻഡ്സ്. ഇപ്പോൾ നമുക്ക് AECOM തന്നെ അങ്ങനെ ഉണ്ടാവാറുണ്ട്. നമ്മൾ ഇന്റേൺഷിപ്പിന് ആളുകൾ വരാറുണ്ട്, ചിലപ്പോൾ നമ്മൾ അബ്സോർവ് ചെയ്യും ആ സമയത്ത് വേക്കൻസി ഉണ്ടെങ്കിൽ. പക്ഷെ വേക്കൻസി ഇല്ലാന്നുണ്ടെങ്കിൽ ദേ ഹാവ് ടു ലീവ്. സോ ഇവിടെ ഇപ്പം 2 കേസായിരിക്കും വരുന്നുണ്ടാവും. അതായത് ഇപ്പം നിങ്ങൾ പറഞ്ഞ രീതിയിൽ ഒരാൾ ഓപ്റ്റ് ചെയ്യാൻ നോക്കുന്ന സമയം ഒന്ന് സാലറി കൺസേൺസ് വരാം, രണ്ടാമത്തത് നല്ല പ്രൊജക്റ്റ് ആയിരിക്കും, നല്ല ലേണിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും, സാലറി കുറച്ച് കുറവായിരിക്കും. ഇങ്ങനെ വരുന്ന സമയത്ത് ഇവർക്ക് കറക്റ്റായിട്ട് പറയുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയായിരിക്കും ഇത് അഡ്രസ്സ് ചെയ്യുന്നുണ്ടാവും? ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നല്ലേ, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മളൊരു ഇനീഷ്യൽ ടൈമിൽ നമ്മൾ സാലറി മാത്രം നോക്കി പോയി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ നമുക്കൊരു ലെവലിനപ്പുറം നമുക്ക് അതിൻ്റെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. സോ ഇനീഷ്യൽ സ്റ്റേജിൽ ഞാൻ പറയുന്നത് ബെറ്റർ ലേണിംഗ് ഓപ്പർച്യൂണിറ്റി, ബെറ്റർ പ്രൊജക്ട്സ്. ഇപ്പോൾ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ ചിലവരുടെ CV നമുക്ക് കിട്ടുമ്പോൾ ഒരു 3 വർഷം 4 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ 10 15 പ്രൊജക്ട്സ് ചെയ്ത് കാണുന്നുണ്ടാവും. പക്ഷെ നേരെ സമയത്ത് വേറെ ചിലരുണ്ടാവും 3 അല്ലെങ്കിൽ 4 വർഷം 1 2 പ്രൊജക്ട്സ് ഉണ്ടാവുള്ളൂ. പക്ഷെ ആ പ്രൊജക്ട് എന്ന് പറയുന്നത് അത്രയും ഡെലിവറബിൾസ് ഉള്ള വലിയ പ്രൊജക്ട്സുകളായിരിക്കും. അപ്പോൾ അവർക്കാണ് ആ ഒരു പ്രിഫറൻസ് വരുന്നത്. ഇപ്പം നമ്മളൊരു റെസിഡൻഷ്യൽ പ്രൊജക്ട്സ്, ഒരു 10 15 റെസിഡൻഷ്യൽ പ്രൊജക്ട്സ് ചെയ്യുന്ന ഒരു CVയും ഒരു എയർപോർട്ട് ഡെലിവർ ചെയ്ത ആളും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അല്ലെങ്കിൽ നല്ലൊരു ഷോപ്പിംഗ് മാൾ ചെയ്യുന്നത്. അപ്പോൾ ഇനീഷ്യലി ഇപ്പോൾ ഈ പറഞ്ഞ ഞാൻ തന്നെ എൻ്റെ ഒരു കരിയറിൽ ഇപ്പോൾ ചിലപ്പോൾ ഇപ്പോഴത്തെ പിള്ളേർ പറഞ്ഞ വിശ്വസിക്കല്ല, 3 days കണ്ടിന്യൂസ് ഇപ്പോൾ നമ്മൾ ടെസ്റ്റിംഗ് കമ്മീഷനിങ് നടക്കുന്ന സമയത്ത് നമ്മൾ സൈറ്റിൽ മോർണിംഗ് ഇന്ന് രാവിലെ കയറിയിട്ട് ഞാൻ മറ്റന്നാൾ വൈകുന്നേരം ഇറങ്ങിയ സിറ്റുവേഷൻസ് ഉണ്ട്. ഇത് ഒരു 3-4 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഈ പ്രോസസ് ആയിരിക്കും നമ്മൾ ടെസ്റ്റിംഗ് കമ്മീഷനിങ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അന്ന് അത് എന്തുകൊണ്ട് അത്രയും സ്ട്രഗിൾ എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോസസ്സ് നമുക്കറിയണം. അതായത് ടെസ്റ്റിംഗ് കമ്മീഷനിങ്ങിലാണ് നമ്മുടെ എക്സാക്ട് ഡിസൈൻ ഫെയിലിയേഴ്സ് നമുക്കറിയാൻ പറ്റുക. പ്രൊജക്ട് എക്സിക്യൂഷനിൽ നമുക്കറിയുന്നത് ക്ലാഷും ബാക്കി കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ നിങ്ങളൊരു പ്രൊജക്ട് കമ്മീഷൻ ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഡിസൈൻ കണ്ടീഷൻ മീറ്റ് ചെയ്യുന്നില്ല, എസ്പെഷ്യലി ഹോസ്പിറ്റലൊക്കെ ചെയ്യുമ്പോൾ RH മീറ്റ് ചെയ്യുന്നില്ല, ടെമ്പറേച്ചർ മീറ്റ് ചെയ്യുന്നില്ല, പ്രഷർ ക്ലാസ് മീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ആ ഒരു ടെസ്റ്റിംഗ് കമ്മീഷനിങ് എഞ്ചിനീയർക്ക് ആ സമയത്ത് ഒരിക്കലും ഒരു ഡിസൈനറെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. കാരണം അത് അയാളുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഡെലിവർ ചെയ്യുന്നത്. അപ്പോൾ ആസ് എ ഡിസൈനർ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ അത് കഴിഞ്ഞ് ടാബിൽ വർക്ക് ചെയ്യുമ്പോഴാണ് എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ഡിസൈനിൽ ബെറ്റർ ആക്കിയിരുന്നെങ്കിൽ എനിക്ക് ഈ ഒരു സ്ട്രഗിൾ ഒഴിവാക്കാമായിരുന്നു എന്നുള്ളത്. അപ്പോൾ ആ ഒരു എഫേർട്ട് ഞാൻ എടുത്തുകൊണ്ടാണ് ഐ വുഡ് സേ ഐ എം എ ബെറ്റർ ഡിസൈനർ നൗ. അപ്പോൾ അത് യുവർ പേഴ്സണൽ ചോയ്സ്. നിങ്ങൾക്ക് ഒരു കരിയറിൽ MEP എന്നല്ല ഏതൊരു ഫീൽഡിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ലെവലിൽ ലോങ് ടൈമിൽ അത് ബെനിഫിറ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇനീഷ്യലി നല്ല പ്രൊജക്ട്സ് അറ്റ്ലീസ്റ്റ് ആ ഒരു 2-3 years നിങ്ങൾ ഓഫ് കോഴ്സ് മണി ഈസ് ആൾവേസ് ഇമ്പോർട്ടൻറ്റ്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ നല്ല പ്രൊജക്ട്സ്, നല്ല കമ്പനി, ആ ഒരു ലെവലിൽ പോയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ റീപ്പ് ഔട്ട്. ഇപ്പം നിങ്ങൾ കരിയർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ പേപ്പർ ലൈന് വരച്ചിരുന്നത്, പിന്നെ അത് ഓട്ടോക്യാഡിലേക്ക് റീപ്ലേസ് ചെയ്തു, പിന്നെ റെവിറ്റായി, പിന്നെ BIM-ആയി. അപ്പം അങ്ങനെ ഇതിൻ്റെ ഒരു എവല്യൂഷൻ സ്റ്റേജ് കംപ്ലീറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്തിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ഫീൽഡിൻ്റെ ഒരു ഫ്യൂച്ചർ എങ്ങനെ ആയിരിക്കും എന്നാണ് നിങ്ങളൊരു പ്രഡിക്ഷൻ? എനിക്ക് തോന്നുന്നു എന്തായാലും ഈ പറഞ്ഞ പോലെ അടുത്ത ഒരുപാട് വർഷത്തേക്ക് BIM തന്നെ ആയിരിക്കും. പക്ഷെ BIM-ൽ പ്ലഗിൻസ് വരും, ഓട്ടോമേഷൻസ് ഒരുപാട് വരും. അല്ല BIM ഇപ്പോഴൊന്നും റീപ്ലേസ് ചെയ്യുന്ന ഒരു, കാരണം BIM അവർ തന്നെ സ്വയം അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ നമുക്ക് BIM കൊളാബറേഷനും ഇതെല്ലാം ഒരു 10 years ബാക്ക് എന്തായിരുന്നു BIM അതല്ല ഇപ്പോഴുള്ളത്. ഇപ്പൊ നമ്മുടെ ബജറ്റിങ്, ഇപ്പോൾ AECOM-ലാണ് നമ്മൾ ബജറ്റ് ഷെഡ്യൂൾസ് എല്ലാം BIM-ലേക്ക് മാറി. പണ്ട് BIM എന്ന് പറയുന്ന, റെവിറ്റ് എന്ന് പറയുന്ന ഒരു ഡ്രോയിങ് മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു
എൻഡ് ടു എൻഡ് പ്രൊജക്ട് ഡെലിവറിയാണ് BIM ഡെലിവറബിൾസ് ആണ് ഇപ്പോൾ വരുന്നത്. നമ്മൾ പ്രൊജക്ട് പറയുന്നത് അതിൻ്റെ ഒരു ടൂൾ എന്ന് പറയുന്നത് BIM ഡെലിവറി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ലെവലിൽ BIM അഡ്വാൻസ്ഡ് ആയി. ഇപ്പോൾ അതിൽ ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഒരുപാട് പ്ലഗിൻസ് വരുന്നുണ്ട്, ഓട്ടോമേഷൻ പ്ലഗിൻസ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവും. അതിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഒന്നും കൂടെ ഈസിയർ ആയിരിക്കും വർക്ക് ചെയ്യാൻ, ബെറ്റർ ഡെലിവറി വരും. ആ ഒരു ഇതിലേക്കാണ് മാറുന്നത്. അതല്ലാതെ BIM-ന് ഇപ്പോൾ ഒരു റീപ്ലേസ്മെന്റ് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. BIM ഡെവലപ്പ് ആയിട്ട് വരും. ഇപ്പൊ നമുക്ക് ഹാപ്പിൽ നിന്ന് ഇപ്പോൾ IS-ലേക്ക് വന്നു, പക്ഷെ ഇപ്പോഴും ഹാപ്പ് റെലവെന്റ് ആണ്. IS യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നാലും ഹാപ്പ് റെലവെന്റ് ആയിട്ട് നിൽക്കുന്നുണ്ടല്ലോ. മേ ബി ഓവർ എ പീരീഡ് ഓഫ് ടൈം IS ഫെമിലിയർ ആയി അതിലേക്ക് മാറിക്കൊണ്ടിരിക്കും. അതുപോലൊരു ചേഞ്ച് BIM പ്ലസ് വേറെ സോഫ്റ്റ്വെയർ നിലവിൽ ഇല്ല. അങ്ങനെ ഒരു കമ്പാരബിൾ ചെയ്ത് ഇന്ത്യൻ മിഡിൽ ഈസ്റ്റ് മാർക്കറ്റിലില്ല. വേറെ സോഫ്റ്റ്വെയർസ് വരുന്നുണ്ട്, വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ BIM-ന് എപ്പോഴും ഒരു റെലവൻസ് ഉണ്ട്. നിങ്ങൾ ഈ ഒരു 18 വർഷത്തെ ജേണിയിൽ നിങ്ങൾ ഒരുപാട് കമ്പനി ജമ്പ് ചെയ്തിട്ടുണ്ട്. ഈ കമ്പനി ജമ്പ് ചെയ്യുമ്പം നിങ്ങളെ ഉള്ളിലുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. ഇപ്പം പലരും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ, ഇപ്പം എനിക്ക് ജോബ് കിട്ടുമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺഫിഡൻസ് ലാക്ക് ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങളൊരു കോൺഫിഡൻസ് എന്തായിരുന്നു? ഒന്നാമത് മെയിൻ കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമുക്ക് വേറെ ജോബ് കൺഫേം ആയിട്ടാണ് നമ്മൾ ജമ്പ് ചെയ്യുന്നത്. അതായത് നമ്മളൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നമുക്കൊരു ഓഫർ ലെറ്റർ കിട്ടിയിട്ടാണ് ജമ്പ് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇപ്പോൾ MEP തന്നെ ആണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ഒരേ സ്ട്രീമിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വിൽ ഹാവ് ലാക്ക് ഓഫ് ഡെപ്ത്. അതിപ്പോൾ നമ്മൾ റെസിഡൻഷ്യൽ പ്രൊജക്ട്സ് മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ജമ്പ് ചെയ്തേ പറ്റൂ. ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ അങ്ങനെ ഒരു പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംവൺ കൻ റീപ്ലേസ് ചെയ്യും. അതിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു റെസിഡൻഷ്യൽ പ്രൊജക്ട്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊജക്ട്സ് മാത്രം ഡെലിവർ ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ ചില കമ്പനികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ HVAC engineer will do only HVAC. You will not get opportunity to move into plumbing or fire, take an overall leadership. So naturally you will be forced to jump. നമുക്കൊരു കരിയറിൽ ഒരു ഗ്രോത്ത് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു റിസ്ക് എടുത്തേ പറ്റൂ. പിന്നെ രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, നിങ്ങൾക്ക് ഡെലിവർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ കമ്പനിയിൽ പോവാം. പിന്നെ അതിനേക്കാൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് കമ്പനിയിൽ മാറി കഴിയുമ്പോൾ ഒരു കമ്പനിയിൽ നിങ്ങൾ വേറെ കമ്പനിയിലേക്ക് പോകുമെന്ന് പറയുന്നത് ഇറ്റ്സ് എ ടോട്ടലി ന്യൂ കൾച്ചർ. അതിപ്പോൾ ഈവൻ നിങ്ങൾ HVAC ഡിസൈനർ ആണെങ്കിലും ഇപ്പോൾ ഒരു കമ്പനി യൂസ് ചെയ്യുന്ന ടൂൾസ് അല്ലെങ്കിൽ ഡെലിവറി മെത്തേഡ് ആയിരിക്കും വേറെ കമ്പനിയിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടെ ഒരു ബെറ്റർ വിഷൻ കിട്ടും. മേ ബി നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ആ കമ്പനിയിലുള്ളതിനെ ബെറ്റർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അവിടുന്ന് കിട്ടുന്ന എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വെച്ചിട്ട് നിങ്ങൾ വേറെ കമ്പനിയിലേക്ക് പോകുമ്പോൾ കമ്പൈൻ ചെയ്തിട്ട് നല്ലൊരു ഡെലിവറബിൾസിലേക്ക് മാറാൻ പറ്റും. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് വേണം. പക്ഷെ ആ കോൺഫിഡൻസ് മെയിൻ എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും ഒരു ജോബ് കൺഫേം ആവാതെ ജമ്പ് ചെയ്തിട്ടില്ല. രണ്ടാമത് അവിടെ പോയിട്ട് നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് യു ഷുഡ് ഹാവ് കോൺഫിഡൻസ് ഓൺ യുവർ സ്കിൽ. അതുണ്ടെങ്കിൽ എവിടെ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ കമ്പനി ജമ്പ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ എല്ലാവരും ജമ്പ് ചെയ്യുന്നതിൻ്റെ പ്രൈമറി മോട്ടീവ് എന്ന് പറയുന്നത് ഒരു മോട്ടീവ് എന്ന് പറയുന്നത് സാലറിയാണ്. ഈ സാലറിയിൽ എത്ര വരെ നമുക്ക് ഹൈക്ക് ചോദിക്കാൻ പറ്റും? Again, that depends, but a market average, I would say 15 to 30%. ഒന്ന് നിങ്ങളുടെ ബേസ് സാലറി അതിലൊരു ക്രൈറ്റീരിയ ആണ്. രണ്ട് നിങ്ങൾ പോകുന്ന കൈൻഡ് ഓഫ് പ്രൊജക്ട്സ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് മേ ബി നിങ്ങളൊരു ബെറ്റർ എക്സ്പോഷറിന് വേണ്ടിയിട്ട് മാറുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കൊന്ന് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അതല്ല നിങ്ങൾ ആൾറെഡി ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടൊരു ഇതിൽ നിന്ന് അവരാണ് നിങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നതെങ്കിൽ ദെൻ യു ഹാവ് ദ പവർ ടു സേ ദാറ്റ് എനിക്കൊരു 40 അല്ലെങ്കിൽ 45% കിട്ടിയത്. പക്ഷേ ഒരു മാർക്കറ്റ് ആവറേജ് എന്ന് പറയുന്നത് ഐ വുഡ് സേ 15 to 30% ആണ് ഒരു ഹൈക്ക്. നമ്മളിവിടെ പഠിച്ച 1-2 സ്റ്റുഡൻസിന് 100% ഹൈക്ക് കിട്ടിയവരൊക്കെ ഉണ്ട്. Yes, that again, that company needs them. അപ്പോൾ അങ്ങനത്തെ കേസിൽ വരും. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ MNC ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു ക്രൈറ്റീരിയ നമ്മൾ പറയുമ്പോൾ നമ്പർ ഓഫ് ഇയേഴ്സ് ഇൻറ്റു എക്സ് ഫാക്ടർ അതുണ്ട്. കാരണം നമുക്കിപ്പോൾ ഒരു ആളെ നമ്മൾ കമ്പനിക്ക് അബ്സോർവ് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അയാൾ ഭയങ്കര സ്കിൽഡ് ആയിരിക്കും, പക്ഷെ ആൾറെഡി എക്സിസ്റ്റിംഗ് ഒരു സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചറിനെ ബ്രേക്ക് ചെയ്തിട്ട് നമുക്കൊരാൾ എത്രത്തോളം സ്കിൽഡ് ആണെങ്കിലും എടുക്കുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന അയാളുടെ പ്രൊഫൈൽ മാറ്റി കൊടുക്കും. പക്ഷെ അങ്ങനെ പ്രൊഫൈൽ മാറ്റുമ്പോൾ ഇപ്പോൾ ഒരു 8 years ആയിട്ടുള്ള ഒരാളെ നമുക്കൊരു പ്രൊജക്ട് മാനേജർ എന്ന് പറഞ്ഞുകൊണ്ട് എടുക്കാൻ പറ്റില്ല. ഒരു ജൂനിയർ എഞ്ചിനീയറിന് മാറ്റിയിട്ട് മേ ബി grade 2. അപ്പോൾ അങ്ങനെ ഒരു ക്രൈറ്റീരിയ വരും. പക്ഷെ അത് ഞാൻ പറഞ്ഞപ്പോൾ എയ്കോം അല്ലെങ്കിൽ ചില MNC-കളുടേതാണ്. വേറെ കമ്പനികൾക്ക് അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഇല്ല. റൈറ്റ് ടാലന്റ് ആണെങ്കിൽ അവർ എങ്ങനെയായാലും ആ ഒരു ഹൈക്കിൽ എടുക്കും. പക്ഷേ മാർക്കറ്റ് ആവറേജ് എന്ന് പറയുന്നത് 15 to 30. നമ്മളെ കോളേജ് ലൈഫിൽ നമ്മൾ കുറേ ആ 4 വർഷം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഞാൻ പഠിച്ച ഒരു സാധനം എനിക്ക് ഓർമ്മയില്ല. പക്ഷെ നിങ്ങൾക്കിപ്പോൾ ആ കോളേജിൽ പഠിച്ച എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടോ? സൈക്കോമെട്രി, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്. അത് ഇപ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്നതല്ല, പക്ഷെ അതാണ് അതിൻ്റെ ഒരു ബേസ് എന്നുള്ള രീതിയിൽ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി വേറെ ഏതൊക്കെ സബ്ജക്ട്സ് ഉണ്ടായിരുന്ന പോലെ വലിയൊരു ഓർമ്മയില്ല. അതെനിക്ക് ഒന്നും ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നത് സൈക്കോമെട്രി ആണ് അതിലിപ്പോൾ കൂടുതലും
യൂസ് ചെയ്യുന്നത്. റെഫ്രിജറേഷൻ, എയർ കണ്ടീഷനിങ്, സൈക്കോമെട്രി, ബിറ്റ് ഓഫ് തെർമോഡൈനാമിക്സ്. നമ്മുടെ ചില പ്രൊജക്ട്സുകളിൽ നമുക്ക് അത് ആവശ്യം വരും. 90% നമ്മൾ ഓൾറെഡി സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പോൾ ചില കേസുകൾ ഉണ്ടാവും 100% ഫ്രഷ് എയർ വരുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഹോസ്പിറ്റൽസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ പ്രഷർ, ഇപ്പം നമുക്ക് ഇത് സെപ്റ്റിക് ICU അല്ലെങ്കിൽ നോർമൽ ICUൻ്റെ ഉള്ളിൽ തന്നെ സെപ്റ്റിക് ICU റൂംസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വരുന്നത് 2 രീതിയിൽ വരും. അതായത് ചില ICU റൂമിൽ ആ പേഷ്യൻറ്റിന് പുറത്തുനിന്നുള്ള എയർ അങ്ങോട്ട് കയറാൻ പറ്റില്ല, നേരെ റിവേഴ്സ് വരും. അയാൾ ഹൈലി ഇൻഫെക്റ്റഡ് ആയിരിക്കും. ആ റൂം തുറന്നു കഴിഞ്ഞാൽ അവിടുത്തെ എയർ ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ല. അപ്പോൾ അങ്ങനത്തെ ഇതൊക്കെ വരുമ്പോൾ നമ്മൾ പ്രഷർ ബാലൻസ്, മാസ് ഫ്ലോ ബാലൻസ് ഒക്കെ വെച്ചിട്ട്, അത് നമുക്കറിയാം ഏകദേശം പ്രഷർ ഡിഫറൻസസ് നമ്മൾ എക്സൽ ഉണ്ടാവും. പക്ഷെ അത് നമ്മൾ ഒന്നും കൂടെ ഇരുന്ന് വർക്ക് ചെയ്തിട്ട് അത് എൻഷുർ ചെയ്യുന്ന കേസുകൾ വരുമ്പോൾ എഞ്ചിനീയറിംഗ് ബേസിക്സിലേക്ക് പോകും. അതല്ലാതെ എനിക്കും ഒരുപാട് ഓർമ്മയില്ല ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചതെന്നുള്ളത്. ഈ പറഞ്ഞ പോലെ കോളേജ് ലൈഫ് നമുക്ക് എപ്പോഴും ഒരു മെമ്മറി തരുന്ന ഒരു സാധനമാണ്. നിങ്ങളെ കോളേജ് ലൈഫിൽ ഇപ്പോഴും ഓർക്കുന്ന അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന എന്തെങ്കിലും? എന്റെ കോളേജ് ലൈഫ് എനിക്ക് അങ്ങനെ പറയാവുന്ന പുറത്ത് പറയാവുന്നതൊക്കെ വളരെ കുറവാണ്. നല്ല കാര്യങ്ങളാണ് കൂടുതലെന്നാണ് പറയുന്നത്. ഓപ്പൺ ആയിട്ട് പറയാവുന്ന എല്ലാം കൊള്ളാം, നല്ല കോളേജ് ലൈഫ് ആയിരുന്നു, നന്നായിരുന്നു. ഇൻ ഷോർട്ട് അങ്ങനെ അങ്ങ് ഒതുക്കാണ്. കൊള്ളാം, നല്ലതായിരുന്നു, നല്ല ലൈഫായിരുന്നു, എല്ലാം നന്നായിരുന്നു. പിന്നെ ഇപ്പോൾ ഫണ്ണായിട്ട് ചോദിക്കല്ല, അപ്പോൾ പലരും ചോദിക്കുന്നതാണ്. ഇപ്പം അറിയാലോ, ഇപ്പോൾ ബോയ്സ് ആണ് ഏറ്റവും ഈ ഒരു ഫീൽഡിൽ കൂടുതലും വരുന്നത്. അപ്പോൾ അവർ ചോദിക്കും ഈ വർക്കിലേക്ക് കയറുന്ന സമയത്ത് അവിടെ ഗേൾസ് ഉണ്ടാവുമെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു ഇതെങ്ങനെയാണ് നമ്പേഴ്സ് വരുന്നത്? അത് എനിക്ക് തോന്നുന്നത് മേ ബി നമ്മളിവിടെ പൊതുവെ ഇപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് കൂടുതൽ ബോയ്സ് ആണ് വരുന്നത്. ആ ഒരു ഡോമിനേഷൻ ഈ ഫീൽഡിലുണ്ട് എന്നല്ലാതെ ഇത് ബോയ്സ് ഓൺലി ആയിട്ടുള്ളൊരു ഫീൽഡ്. ഇപ്പം എൻ്റെ തന്നെ എത്രയോ കൊളീഗ്സ് ഗേൾസ് ഉണ്ട്, മെക്കാനിക്കലിലുണ്ട്. ഇലക്ട്രിക്കലിൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ബോയ്സിനെക്കാളും കൂടുതൽ ഗേൾസ് ആണുള്ളത്. പ്ലംബിംഗ് ആൻഡ് ഫയറിലുണ്ട്. കാരണം ഈ പ്ലംബിംഗ് ആൻഡ് ഫയറിൽ സിവിൽ എഞ്ചിനീയേഴ്സ് ഒരുപാട് പേര് കയറുന്നുണ്ട്. സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് പ്ലംബിംഗ് ആൻഡ് ഫയർ പ്രൊട്ടക്ഷൻ എഞ്ചിനീയറിംഗിലേക്ക് വരുന്നവരുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ യെസ്, ബോയ്സ് ഡോമിനേറ്റിംഗ് ഫീൽഡാണ്. പക്ഷെ ഓൺലി ഒരു ബോയ്സ് ഓൺലി ഫീൽഡ് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം നിങ്ങളിപ്പം നമ്മളടുത്ത് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. നിങ്ങളെ ഈ ഒരു 18 വർഷത്തെ കരിയർ ജേണിയിലുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്നുള്ള നിങ്ങളുടെ എക്സ്പെർട്ടീസും കംപ്ലീറ്റ് ആയിട്ട് ഷെയർ ചെയ്തെന്ന്. അപ്പം നമ്മളെ ഓഡിയൻസ് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് ഈ ഫീൽഡിലുള്ള ആൾക്കാരാണ്. ഇതുപോലെയുള്ള എക്സ്പേർട്ട് ആയിട്ടുള്ള ടോക്കുകൾ അല്ലെങ്കിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നിന്നുള്ള സജഷൻസും ഫീഡ്ബാക്കും ഈ കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പം ഈ ഒരു ഇത്രയും സമയം നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് ഡെഫിനറ്റ്ലി നമ്മുടെ ഓഡിയൻസിന് വേർത്താവും തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പം ഈ പറഞ്ഞ ഇതേപോലെ ഒരുപാട് പോഡ്കാസ്റ്റുകൾ ഇനിയും നമ്മുടെ ചാനലിൽ വരാനുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ഫോർ സ്പെൻഡിങ് ടൈം വിത്ത് അസ്. ഓക്കെ, താങ്ക് യു.